بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ള ദീനുൽ ഇസ്ലാം കഴിയുന്നത്ര അത് മനസ്സിലാക്കുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് യഥാർത്ഥ മുസ്ലിമീങ്ങളും മുത്തഖീങ്ങളും മുവഹ്ഹിദുകളുമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരമാവധി പരിശ്രമങ്ങളിൽ സദാ ഏർപ്പെട്ടുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിന്റെ മാർഗത്തിൽ മുന്നോട്ട് ഗമിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകത
അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലേക്ക് മാത്രം ഒതുങ്ങുന്ന നിയമങ്ങളല്ല. എല്ലാ കാലത്തുള്ള പ്രശ്നങ്ങളുമായും ഏറ്റുമുട്ടിയാലും അതിജയിച്ച് നിലനിൽക്കുന്ന മഹത്തരമായ നിയമാവലികളാണ് ദീനുൽ ഇസ്ലാമിലുള്ളത്. ഏത് കാലത്തേക്കും യോജിച്ച നിയമങ്ങളെ ഇസ്ലാമിലുള്ളൂ. സർവ ജനങ്ങളുടെയും ഏത് കാലത്ത് ജീവിക്കുന്ന ജനങ്ങളാണെങ്കിലും അവരുടെ സർവ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവും അല്ലാഹുവിന്റെ ദീനായ ഇസ്ലാമിൽ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാം, ആ ഇസ്ലാം ആരൊക്കെ കേൾക്കുന്നുവോ, ആരൊക്കെ ആ ദീനിനെപ്പറ്റി മനസ്സിലാക്കിയോ, അവർ മുഴുവനും അതനുസരിച്ച് ജീവിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടല്ലാതെ മരിച്ചുപോയാൽ അവർ ശാശ്വതമായ നരകാവകാശികളായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ അറിയിച്ചു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്ത ഒരു ദീനിനെ ആരെങ്കിലും ആഗ്രഹിച്ച് തേടിപ്പോയാൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല, പരലോകത്തവൻ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്യും. തീർച്ച വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിച്ചു തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വചനത്തിൽ നമുക്ക് കാണാം, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മ യഹൂദിയുൻ വലാ നസറാനിയുൻ സുമ്മ യമൂതു വലം യുഅ്മിൻ ബില്ലദീ ഉർസിൽതു ബിഹി ഇല്ലാ ദഖലൻ നാർ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹുവിൽ തന്നെ സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൽ നിന്ന് എന്നെക്കുറിച്ച് ആരെങ്കിലും കേട്ടാൽ, അത് യഹൂദിയായാലും ശരി നസറാനിയായാലും ശരി, അങ്ങനെ ഇസ്ലാമിനെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ചും കേട്ടിട്ട് സുമ്മ യമൂതു, പിന്നീട് ആ മനുഷ്യൻ മരിച്ചു പോകുന്നു, വലം യുഅ്മിൻ ബില്ലദീ ഉർസിൽതു ബിഹി, ഞാൻ ഏതൊരു സന്ദേശം കൊണ്ടാണോ അയക്കപ്പെട്ടതെങ്കിൽ ആ സന്ദേശത്തിൽ വിശ്വസിക്കാതെ കണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ ഇല്ലാ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുന്നത് തന്നെ, നരകത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഉൾക്കൊള്ളാവുന്ന, അത് ബുദ്ധിജീവികളാണെങ്കിലും അല്ലെങ്കിലും സാധാരണക്കാരാണെങ്കിലും പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും പണക്കാരനാണെങ്കിലും പണിക്കാരനാണെങ്കിലും ഭരണാധികാരിയാണെങ്കിലും ഭരണീയരാണെങ്കിലും ആരാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന തത്വങ്ങളും നിയമങ്ങളും മാത്രമാണ് ഇസ്ലാമിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം ബുദ്ധിയുടെ മതമാണ് എന്ന്. ബുദ്ധി ഉപയോഗപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട മറ്റൊരു തത്വശാസ്ത്രം നമുക്ക് ലോകത്ത് കാണാൻ സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ അഫലാ തഅഖിലൂൻ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? മനുഷ്യരോട് അല്ലാഹു ചോദിക്കുകയാണ്, അഫലാ തഅഖിലൂൻ, നിങ്ങൾ അഖിൽ ഉപയോഗപ്പെടുത്തുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്ന്. 14 സ്ഥലത്ത് ഖുർആൻ ചോദിക്കുന്നുണ്ട് അഫലാ തഅഖിലൂൻ, അഫലാ തഅഖിലൂൻ. അതേപോലെ തന്നെ ലഅല്ലക്കും തഅഖിലൂൻ എന്ന് ഖുർആൻ 7 സ്ഥലത്ത് പറയുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ആലോചിക്കാൻ വേണ്ടിയാണ് എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ 7 തവണ പറഞ്ഞു കാണാം. അതേപോലെ ചിന്താശേഷിയെ ഉണർത്തുന്ന നിലക്കുള്ള പദപ്രയോഗമാണ് തഫക്കറ, അവലം യതഫക്കറു എന്നിങ്ങനെയുള്ള തഫക്കുർ, മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന അത്തരത്തിലുള്ള വചനങ്ങളും 10-17 സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കുന്നു. മാത്രമല്ല മനുഷ്യൻ അല്ലാഹു നൽകിയിട്ടുള്ള ഈ ഒരു പ്രത്യേകമായ വിശേഷ ബുദ്ധി, അത് കാര്യങ്ങൾ ഗ്രഹിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ മനസ്സിലാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പഠിപ്പിച്ച ഇസ്ലാമിന്റെ സൗന്ദര്യം ഗ്രഹിക്കാനും
അങ്ങനെ ഇസ്ലാമികമായി താൻ വിശ്വസിക്കുന്നതും അനുഷ്ഠിക്കുന്നതും ആചരിക്കുന്നതുമായ സർവ്വകാര്യങ്ങളും അത് തികച്ചും തനിക്ക് യോജിച്ച നിയമങ്ങളെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവതരിപ്പിച്ചിട്ടുള്ളൂ എന്ന് പഠിക്കാനും മനസ്സിലാക്കാനുമൊക്കെ വളരെയേറെ ബുദ്ധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലെ ജനങ്ങൾ അവരുടെ പൂർവീകരായ ആളുകൾ എന്താണോ പറഞ്ഞത് ആ അബദ്ധങ്ങളെ അവർ പാടിപ്പറഞ്ഞു പോയിട്ടുള്ള അതല്ലെങ്കിൽ അവർ എഴുതിവെച്ചു പോയിട്ടുള്ള തികഞ്ഞ അബദ്ധങ്ങളെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുകയും അതിന്റെ പിന്നാലെ പോവുകയും ചെയ്യുന്നവരവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ചു പറയുന്നു, ആ കാലഘട്ടത്തിലെ ജനങ്ങളോട് വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹു ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. സൂറത്തുൽ ബഖറയിൽ ആയത്താ കേൾപ്പിച്ചത്. എന്താണ് അവിടെ റബ്ബ് പറയുന്നത്? പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച സത്യത്തിലേക്ക്, ആ സത്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന നിയമങ്ങളിലേക്ക് വരൂ ജനങ്ങളെ, നിങ്ങൾ അതിനെ പിൻപറ്റൂ. കുറ്റമറ്റ രൂപത്തിൽ യാതൊരു തെറ്റുകളും സംഭവിക്കാത്ത വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഓതിക്കേൾപ്പിച്ചു തരുന്ന തത്വങ്ങളെ നിങ്ങൾ പിൻപറ്റൂ ജനങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ അക്കാലഘട്ടത്തിലെ മുരടിച്ച ജനങ്ങൾ പറഞ്ഞത് ഖാലു, അവര് പറഞ്ഞു ബൽ നത്തബിഉ, പക്ഷേ ഞങ്ങൾ പിൻപറ്റുന്നു മാ അൽഫൈനാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാര് കാക്കകാരണവന്മാരെന്തിനെയാണോ കണ്ടത് അങ്ങനെ ഞങ്ങൾ ജീവിക്കും, അതാ ഞങ്ങൾ പിൻപറ്റുക. അല്ലാഹു അതിനെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ വാചകം ശ്രദ്ധേയമാണ്. അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂന, അവരീ മാതൃകയാക്കുന്ന അവരുടെ കാപ്പ ഉപ്പാപ്പമാര് ഒന്നും ചിന്തിക്കാത്തവരും നേർമാർഗം ലഭിച്ചവരുമാണല്ലോ. അപ്പൊ നേർമാർഗം ലഭിക്കാത്ത, അതേപോലെ തന്നെ ബുദ്ധി ഉപയോഗപ്പെടുത്താത്ത അത്തരത്തിലുള്ള കക്ഷികളെ പിന്തുടരുന്നതിനെ ഇസ്ലാം വെറുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ബുദ്ധിയുള്ള ആളുകൾ അതേപോലെ തന്നെ നേർമാർഗം സിദ്ധിച്ചിട്ടുള്ള മുൻഗാമികൾ അവർ മാതൃകയാണ്. പൂർവീകരായ ആളുകളെ തള്ളിപ്പറയുകയോ പൂർവീകരെ പിൻപറ്റാൻ പാടില്ലാന്നോ അല്ല ഇസ്ലാം പറയുന്നത്. ഇവര് പൂർവീകരെ പിൻപറ്റിയതിനെ വിശുദ്ധ ഖുർആൻ ആക്ഷേപിച്ചപ്പോ രണ്ട് കാരണങ്ങൾ പറഞ്ഞു. എന്തേ ഇവര് പിൻപറ്റിയ ആളുകൾക്ക് രണ്ട് തകരാറുണ്ട്. ലാ യഖിലൂന ശൈആ, അവര് ഒന്നും ചിന്തിക്കാത്ത ജനങ്ങളാണ്. അതേപോലെ തന്നെ വലാ യഹ്തദൂൻ, നേർമാർഗം ലഭിച്ചിട്ടില്ലാത്തവരുമാണ്. അപ്പൊ നേർമാർഗം ലഭിച്ചിട്ടുള്ളവരും ചിന്താശേഷിയുള്ളവരുമായ നല്ലവരായ ആളുകൾ, മുൻഗാമികൾ, പിൻഗാമികൾക്ക് മാതൃക തന്നെയാണ്. അതാണ് മുസ്ലിമീങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ആ നബിയിൽ നിന്ന് ദീന് പഠിച്ച സഹാബത്തിനെയും അവിടെ നിന്ന് ദീന് പഠിച്ചിട്ടുള്ള താബിഈങ്ങളെയും അവരിൽ നിന്ന് ദീന് പഠിച്ചിട്ടുള്ള താബിഈങ്ങളെയും ഒക്കെ പിൻപറ്റിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് പറയുന്നത്. അപ്പൊ പൂർവീകരെ തള്ളിപ്പറയുന്നൊരു പരിപാടി ഇസ്ലാമിലില്ല. നേരെ മറിച്ച് മുശ്രിക്കുകൾ പൂർവീകരെ ഞങ്ങൾ പിൻപറ്റുന്നു എന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ ആക്ഷേപിക്കാൻ കാരണം അവരുടെ പൂർവീകര് ഒന്നും ചിന്തിക്കാത്ത മഠയന്മാരും അതേപോലെ തന്നെ സന്മാർഗം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവരുമായിരുന്നു. അപ്പൊ വിശുദ്ധ ഖുർആൻ മനുഷ്യനോട് ബുദ്ധിശക്തിയെക്കുറിച്ച് അവനെ ആലോചിപ്പിക്കുന്നു, ചിന്താശേഷിയെ ഉണർത്തുന്നു. ഇസ്ലാമികമായ കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും അത് പ്രവർത്തിക്കാനും, അതല്ലാതെ ഇസ്ലാമിന്റെ നിയമങ്ങളെ തിരുത്താൻ വേണ്ടിയല്ല ബുദ്ധി ഉപയോഗപ്പെടുത്തേണ്ടത്. അള്ളാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചിരുന്ന നിയമങ്ങൾ ഒന്നൊഴിയാതെ അത് സ്വീകരിച്ച് ആചരിക്കുന്ന വിഷയത്തിൽ മനുഷ്യൻ തന്റെ ബുദ്ധി ഉപയോഗപ്പെടുത്തണം. അങ്ങനെ അത് നല്ല നിലക്ക് അനുഷ്ഠിക്കണം. അങ്ങനെ അനുഷ്ഠിക്കാതെ എനിക്കതൊന്നും ബാധകമല്ല, എനിക്ക് വഹീന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയോ പറഞ്ഞതൊന്നും ഞാൻ ചിന്തിക്കുകയില്ല, അല്ലെങ്കിൽ എനിക്കതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ജനങ്ങൾ, അവർ നരകാഗ്നിയിൽ എത്തിക്കഴിഞ്ഞാലുള്ള സ്ഥിതി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ മുൽക്കിലൂടെ. എന്താ അവര് പറയുക? വഖാലൂ, അവര് പറയുന്നു, ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഔ നഅഖിലു, അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഈ കത്തിയാളുന്ന നരകത്തിയിൽ ഞങ്ങൾ വന്ന് വീഴില്ലായിരുന്നു.
ഫഅ്തറഫൂ ബിദംബിഹിം, അവരവരുടെ കുറ്റങ്ങളെ അവിടെ വെച്ച് സമ്മതിക്കുകയായി. അപ്പൊ വിശുദ്ധ ഖുർആൻ നമ്മളോട് ഏറ്റവും കൂടുതൽ വളരെ പ്രാധാന്യപൂർവ്വം പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. ബുദ്ധിശക്തിക്ക് ഇസ്ലാമിൽ ഏറെ പ്രാധാന്യമുണ്ട്. ബുദ്ധി ഉപയോഗപ്പെടുത്താൻ ഇസ്ലാമിൽ കൽപ്പനയുമുണ്ട്. ചിന്താശേഷിയും ബുദ്ധിയും മരവിപ്പിച്ച് നിർത്താതെ അത് ഉപയോഗപ്പെടുത്തുകയും അതനുസരിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യാൻ ഇസ്ലാം വളരെ കണിശമായി പറയുന്നു. ഇത് ഇസ്ലാമിന്റെ കൃത്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. പക്ഷേ ചില ആളുകൾ ഇത് തെറ്റിദ്ധരിച്ചുപോയി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിക്ക് 100% നമ്മുടെ ബുദ്ധിക്ക് കൃത്യമായി യോജിക്കുന്ന നിയമങ്ങളല്ലാതെ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു നിയമം ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ അത് തള്ളിക്കളയാനാണ് ഇസ്ലാം പറയുന്നത് എന്ന് ചില കുബുദ്ധികൾ മനസ്സിലാക്കി. ഇസ്ലാം അഖ്ൽ ഉപയോഗപ്പെടുത്താൻ പറഞ്ഞിട്ടില്ലേ, ഇസ്ലാം ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ലേ എന്ന ആയത്തൊക്കെ ഓതിയിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ചില അമാനുഷികമായ സംഭവങ്ങളെ അവർ തള്ളുന്നു. ഹദീസുകളിൽ വന്നിട്ടുള്ള ചില അത്ഭുതകരങ്ങളായ സംഭവങ്ങളെ അവർ തള്ളുന്നു. എന്തേ അവർ കാരണം പറഞ്ഞത്? ഖുർആനിലാ പറഞ്ഞ ആ രൂപത്തിൽ അത് വിശ്വസിക്കാൻ ബുദ്ധി അനുവദിക്കുന്നില്ല. ഹദീസില്ലാ പറഞ്ഞ സംഗതി അംഗീകരിക്കാൻ ബുദ്ധി അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ബുദ്ധിക്കാണ് ഇസ്ലാമിൽ സ്ഥാനമുള്ളത്. അഫലാ തഅഖിലൂൻ എന്ന് പറഞ്ഞ മതത്തിന്റെ അനുയായികൾ, ചിന്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ ഈ നിലക്കുള്ള പൊട്ടപ്പോയത്തങ്ങൾ വിശ്വസിക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടേതായ കൊച്ചു ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത സകല നിയമങ്ങളെയും നിയമാവലികളെയും തള്ളിക്കളയുന്ന ഒരു പ്രവണത മുമ്പ് കാലത്തുമുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആ അപകടത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ക്ലാസ്സാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഈ ആമുഖം സൂചിപ്പിച്ചത്. അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള ബുദ്ധിക്ക് ചില പരിധികളുണ്ട്, ബുദ്ധിക്ക് ചില പരിമിതികളുണ്ട്. എല്ലാ കാര്യങ്ങളും കൂടി ചിന്തിക്കാൻ നമ്മുടെ ബുദ്ധിക്ക് കഴിയുമോ? കഴിയില്ല. എന്ന് വിചാരിച്ച് ബുദ്ധിയില്ല എന്നതിന് അർത്ഥമില്ല. അള്ളാഹു നൽകിയ ഓരോ കഴിവിനും പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയതാണ് ഈ 2 കണ്ണ്. ഈ 2 കണ്ണുകൊണ്ട് കാഴ്ചക്ക് പരിധിയില്ലേ? ഒരു ചുമരിന്റെ അപ്പുറത്തിലുള്ളത് ഈ കണ്ണ് തുറന്നു പിടിച്ചാൽ തന്നെ കാണാൻ കഴിയുന്നുണ്ടോ? ഒരു പ്രത്യേകമായ പരിധിക്കപ്പുറത്തുള്ളത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? അപ്പൊ അള്ളാഹു നൽകിയിട്ടുള്ള ഈ കാഴ്ചശക്തിക്ക് പരിധിയുണ്ട്, പരിമിതികളുണ്ട്. കേൾവിശക്തിക്ക് പരിധിയുണ്ട്, പരിമിതികളുണ്ട്. ഇതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ കൂടെ തന്നെ എടുത്തു പറഞ്ഞതാണ്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ, മനുഷ്യന്റെ കാഴ്ചയും അതുപോലെ തന്നെ കേൾവിയും അതേപോലെ തന്നെ അവന്റെ ചിന്താശക്തിയുമൊക്കെ അതിനൊക്കെ പരിധികളുണ്ട്, പരിമിതികളുണ്ട്. നമുക്ക് കാണാൻ കഴിയാത്ത എത്രയോ സംഗതികൾ ഈ ലോകത്തില്ലേ. എന്നാൽ നമ്മുടെ അത്ര തന്നെ കഴിവില്ലാത്ത ജീവികൾക്ക് അത് കേൾക്കാൻ കഴിയുന്നു, കാണാൻ കഴിയുന്നു. അപ്പൊ മനുഷ്യന് കാണാൻ കഴിയാത്ത പലതും അവന്റെ കൺമുമ്പിൽ നടക്കുന്നുണ്ട്. മനുഷ്യന്റെ ശ്രവണപുടങ്ങൾക്ക്, കേൾവിശക്തിക്ക് താങ്ങാനാവാത്ത ചില ശബ്ദങ്ങൾ ഈ പ്രപഞ്ചത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കാണാനോ കേൾക്കാനോ നമുക്ക് സാധ്യമല്ല. ഇതേപോലെ തന്നെയാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ബുദ്ധിയും. ആ ബുദ്ധിശക്തിയിൽ എല്ലാം എനിക്ക് മനസ്സിലായാലേ ഞാൻ അങ്ങ് സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല. പിന്നെ എന്തു വേണ്ടി വരും? അവന്റെ ബുദ്ധി കൊണ്ട് തന്നെ എല്ലാ കാര്യവും തീരുമാനിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ അമ്പിയാക്കന്മാര് വരേണ്ട ഒരു കാര്യമില്ല. അള്ളാഹു മനുഷ്യന് വിട്ടുകൊടുത്താൽ മതി. ഖൈറും ഷർറും ഒക്കെ തീരുമാനിക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ അള്ളാഹു ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം നൽകിയാൽ എന്താ സംഭവിക്കാന്നറിയോ? 10 വീട്ടിൽ 16 അഭിപ്രായം ഉണ്ടാവും. അപ്പൊ അഭിപ്രായ വ്യത്യാസം തീർന്ന് നേരുണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരാളെ സർവ്വ മനുഷ്യരിൽ നിന്നും തെരഞ്ഞെടുത്തു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തുടങ്ങി അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അത് അവസാനിപ്പിച്ചു. ആ ആള് പറഞ്ഞത് അങ്ങ് സ്വീകരിച്ചോളണം, അതങ്ങ് വിശ്വസിച്ചുകൊള്ളണം. ആ ആള് പഠിപ്പിച്ചത് മുഴുവൻ അംഗീകരിച്ചു കൊള്ളണം. അതിൽ ചോദ്യമില്ല. ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അർഹതയില്ല. കാരണം അവന്റെ ബുദ്ധി പരിമിതമാണ്. മനുഷ്യന്റെ കഴിവുകൾക്ക് അപ്പുറത്തുള്ള ഒരു ലോകം. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നു, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് മാർഗദർശനത്തിനുള്ള ഗ്രന്ഥമാണിത്. എന്നിട്ട് അവരുടെ ഒന്നാമത്തെ ഗുണം തന്നെ പറഞ്ഞത്
അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണവർ. കണ്ടത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ, കേട്ടത് മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. എന്റെ ബുദ്ധിയിൽ എനിക്ക് അംഗീകരിക്കാൻ കഴിയാവുന്ന കാര്യങ്ങളല്ലാതെ മറ്റൊന്നും എന്നോട് പറയണ്ട. ഞാൻ ആധുനിക ലോകത്ത് ജീവിക്കുന്നവനാണ്, വിദ്യാഭ്യാസമുള്ളവനാണ്, ഗവേഷകനാണ്, തന്റെ ഇടമുള്ളവനാണ്. അങ്ങ് 6-ാം നൂറ്റാണ്ടിലെ ജനങ്ങളോ 7-ഉം 8-ഉം നൂറ്റാണ്ടിലെയൊക്കെ ജനങ്ങളോ കണ്ണടച്ച് അംഗീകരിച്ച് വിശ്വസിച്ച പൊട്ടപ്പോയത്തങ്ങളൊന്നും സ്വീകരിക്കാൻ എന്നെ കിട്ടില്ലെന്ന് പറയുന്ന ധിക്കാരികളില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലുമുണ്ടായിരുന്നു അങ്ങനെ ചില കക്ഷികൾ, മുനാഫിക്കുകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കക്ഷികൾ. അവരോട് വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പറയുന്നു, വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ് ഖാലൂ അനുഅ്മിനു കമാ ആമനസ്സുഫഹാ അലാ ഇന്നഹും ഹുമുസ്സുഫഹാ. വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പറയുന്നു, അത്തരക്കാരി, ഞാൻ വലിയ ബുദ്ധിജീവിയാണെന്ന് നടിക്കുന്ന ചില ആളുകളുണ്ട്. ഏത് കാലത്തും എന്റെ ബുദ്ധി കൊണ്ട് അംഗീകരിക്കുന്നതേ ഞാൻ സ്വീകരിക്കൂ. അത് ഖുർആനിലുള്ളതായാലും ശരി, ഹദീസിലുള്ളതായാലും ശരി. എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെങ്കിൽ ഞാനത് തള്ളിക്കളയും. കാരണം ബുദ്ധിയുടെ മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ബുദ്ധി ഉപയോഗപ്പെടുത്താൻ പാടില്ലെന്ന് പറയുകയോ ബുദ്ധിയെ മരയിപ്പിച്ച് നിർത്തുകയോ അത് അംഗീകരിക്കാൻ എന്നെ കിട്ടില്ലെന്ന് പറയുന്ന ധിക്കാരികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ അതാ വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പറയുന്നു, വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ഇത്തരത്തിലുള്ള കക്ഷികളോട് പറയപ്പെട്ടാൽ, ആമിനൂ, നിങ്ങൾ വിശ്വസിക്കൂ, കമാ ആമനന്നാസ്, അന്നാസ് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കൂ. ആരാണ് അന്നാസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൺകുളിർക്കെ കാണാൻ ഭാഗ്യം കിട്ടിയ, അവിടുത്തെ ശബ്ദങ്ങൾ കേൾക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മജ്ലിസ് പങ്കിടാൻ അവസരം കിട്ടിയിട്ടുള്ള അവിടുത്തെ സ്വഹാബത്തില്ലേ, അവരാണ് ഉത്തമന്മാരായ ജനങ്ങൾ. ആ സ്വഹാബത്ത് എങ്ങനെ വിശ്വസിച്ചോ, സ്വഹാബത്ത് എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയോ, അതേപോലെ വിശ്വസിക്കൂ ജനങ്ങളെ എന്നവരോട് പറയപ്പെട്ടാൽ, ഖാലൂ, അവര് ബുദ്ധിജീവി നടിച്ചുകൊണ്ട് അവര് തിരിച്ചു പറയും, അനുഅ്മിനു, ഞങ്ങൾ വിശ്വസിക്കാനോ, കമാ ആമനസ്സുഫഹാ, ഈ വിഡ്ഢികളും മണ്ടന്മാരുമൊക്കെ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിന് വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞ മറുപടി? അലാ, അറിയുക, ഇന്നഹും ഹുമുസ്സുഫഹാഉ, അവര് തന്നെയാണ് വിഡ്ഢികൾ. മറ്റുള്ളവരെ വിഡ്ഢികളാക്കുന്ന അവരാണ് വാസ്തവത്തിൽ വിഡ്ഢികൾ. വലാകിൻ ലാ യഅലമൂന, പക്ഷേ അവരത് അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയാണ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്വഭാവം. ആ ഒരു സ്വഭാവം ഇന്നും നമുക്കിടയിൽ കാണുകയാണ്. ചില ആളുകളുടെ ധാരണ അവർക്ക് ബുദ്ധിക്ക് യോജിക്കാത്തതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ്. സഹോദരന്മാരെ, ചിന്തിച്ചു നോക്കുക, നമ്മൾ മനസ്സിലാക്കുക എന്ത്? അള്ളാഹു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് നൽകിയിട്ടുള്ള ബുദ്ധിക്ക് ചില പരിധികളുണ്ട്, പരിമിതികളുണ്ട്. നമ്മളോട് ചിന്തിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ പറഞ്ഞത് എന്തിനെ കുറിച്ചാ? അങ്ങനെ നമുക്ക് ചിന്താശേഷി ഉപയോഗപ്പെടുത്താൻ പറ്റാവുന്ന കാര്യങ്ങളുണ്ട്, പറ്റാത്ത കാര്യങ്ങളുണ്ട്. നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളുണ്ട്, മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ദീന് എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിയൊക്കെ അനുസരിച്ച് മാത്രമാണ്. അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഖുഫയുടെ അടിഭാഗമാണ് തടവാൻ കൽപ്പിക്കേണ്ടിയിരുന്നത്, അല്ലേ? നമ്മൾ മേൽജോടി സോക്സ് ധരിച്ചാൽ ഉളുവെടുക്കുമ്പോ കാല് കഴുകുന്നതിന് പകരം തടവാറുണ്ട്. അങ്ങനെ തടവുമ്പോ എവിടെയാ തടവാറുള്ളത്? സോക്സിന്റെ മുകൾ ഭാഗത്താ തടവാറുള്ളത്. പക്ഷെ അത് ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ? പ്രാഥമിക ബുദ്ധി അനുസരിച്ച് ആലോചിച്ചാൽ നടക്കുമ്പോഴൊക്കെ പൊടിയും മണ്ണൊക്കെ ഉണ്ടാകുക കാലിന്റെ അടിഭാഗത്തല്ലേ? അവിടെയല്ലേ ഒന്ന് വെള്ളം തൊട്ടൊന്ന് തടവി മിനുക്കി വൃത്തിയാക്കേണ്ടത്. പക്ഷെ ഇതെന്തേ അവിടെയൊന്നും തടവാതെ മുകളിൽ തടവാൻ പറഞ്ഞത്? അതാ ഇസ്ലാം പറയുന്നത്. അങ്ങനെ ബുദ്ധിയുടെ അളവുകോല് കൊണ്ട് മാത്രം മനസ്സിലാക്കേണ്ടതല്ല ഇസ്ലാം. ഇസ്ലാമിൽ ഒരു കാര്യം വിശ്വസിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതും ആ വിഷയത്തിലെ വഹീ നോക്കിയിട്ടാണ് അതാ പഠിക്കേണ്ടത്. അല്ലാതെ ഇസ്ലാം ബുദ്ധിക്കെതിരാന്നല്ല അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇസ്ലാമിലെ ഒരു നിയമം ഞാൻ സ്വീകരിക്കണോ തിരസ്കരിക്കണോ? എന്താ മാനദണ്ഡം? അത് വഹീന്റെ അടിസ്ഥാനത്തിൽ വന്നതാണോ അതോ വരാത്തതാണോ? വന്നതാണോ സ്വീകരിച്ചേ പറ്റൂ. അപ്പൊ വഹീയുണ്ടോ ഒരു വിഷയത്തിൽ ഖുർആനുണ്ടോ, ഒരു വിഷയത്തിൽ ഹദീസ് ഉണ്ടോ, അതാണ് നമ്മുടെ മാനദണ്ഡം. അത് സ്വീകരിക്കാനും തള്ളാനും. അതേ അവസരത്തിൽ ബുദ്ധിയും യുക്തിയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണെങ്കിൽ നമ്മൾ ഈ നിയമം തള്ളേണ്ടി വരും. ഏത് നിയമം? ഖുഫയുടെ മുകൾ ഭാഗമാണ് തടവേണ്ടത്, അടിഭാഗമല്ല എന്ന നിയമം നാം തള്ളിക്കളയേണ്ടി വരും.
ഏതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളെങ്കിൽ ബുദ്ധിയും യുക്തിയും മാത്രമാണ് നോക്കുന്നതെങ്കിൽ, അപ്പൊ ഇസ്ലാമിൽ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കും യോജിക്കുന്നതേ ഉണ്ടാകാവൂ എന്നില്ല. കാരണം ഈ മനുഷ്യന്റെ ബുദ്ധിയെ യുക്തിയൊക്കെ പടച്ചവൻ അള്ളാഹുവാണ്. അതിന് ചില പരിധികളും അതിന് ചില പരിമിതികളുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഒരാൾക്ക് ഉളു എടുക്കാൻ കഴിയുന്നില്ല, ഒരാൾക്ക് ഉളു എടുക്കാൻ വെള്ളം ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കുളിക്കാൻ അയാൾക്ക് പാടില്ല, വെള്ളം ഉപയോഗപ്പെടുത്താൻ പാടില്ല. അയാൾ എങ്ങനെയാ ശുദ്ധീകരിക്കുക? തയമ്മും ചെയ്തിട്ട്, അല്ലെ? എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യമാണ്, തയമ്മും ചെയ്യണം. തയമ്മും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ എന്താ നടക്കുന്നത്? ഒരിത്തിരി പൊടിമണ്ണിൽ അവന്റെ കൈ കൊണ്ട് അടിക്കുന്നു, കൈയും അവന്റെ മുഖമൊക്കെ തടവുന്നു. ഇവിടെ എന്ത് ശുദ്ധിയാപ്പുണ്ടായത്? ആലോചിച്ചു നോക്കിയാ, ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കിയാല് ഒന്നും ഇതുവരെ ഇല്ലാതിനേക്കാണ് ഒരിത്തിരി പൊടിയും മണ്ണൊക്കെ മുഖത്തും കയ്യുമ്പോഴും ആയി എന്നല്ലാതെ ഒന്നും അവിടെ നിന്ന് പോയിട്ടില്ല. ശരീരത്തിന് സാധാരണ ഉളു എടുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ചെളിയൊക്കെ പോവും, കുളിക്കുമ്പോ ശരീരത്തിന് പല അഴുക്കുകളും നീങ്ങും. കുളിക്കാനുണ്ടെയും അതുപോലെ തന്നെ ഉളു ചെയ്യാനുമൊക്കെ സാഹചര്യങ്ങളിൽ ഒരാൾക്ക് സംഭവിക്കാത്ത ഘട്ടത്തിൽ അള്ളാഹു നൽകിയ പകരമുള്ള ഇളവല്ലേ തയമ്മും ചെയ്യൽ. ആ തയമ്മുമിലൂടെ എന്ത് ശുദ്ധിയാണ് ഒരാൾ നേടുന്നത്? അയാളെ ശരീരത്തിൽ വല്ല ശുദ്ധി നേടുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താ അതിലുള്ള യുക്തി? അറിഞ്ഞൂടാ, നമുക്കറിഞ്ഞൂടാ. അതെന്താ? അള്ളാഹു അങ്ങനെ കൽപ്പിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൽപ്പിച്ചു, ഞങ്ങൾ അംഗീകരിക്കുന്നു. ആമന്നാ വസല്ലംനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ അംഗീകരിച്ചു. ഇതാണ് മുസ്ലിം, ഇതാണ് മുസ്ലിം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് ചിന്തിച്ചു നോക്കൂ. ഇസ്ലാമികമായി എന്താ അതിലെ യുക്തി? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. സ്ത്രീകളോട് പറഞ്ഞു, ആർത്തവകാരികളായ സ്ത്രീകൾ നിസ്കരിക്കാൻ പാടില്ല. ആർത്തവകാരികളായ സ്ത്രീകൾ അശുദ്ധികാലത്തവർ നമസ്കാരം നിർവഹിക്കാൻ പാടില്ല, നിസ്കരിക്കേണ്ടതില്ല, നോമ്പ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതേ അവസരത്തിൽ അവരോടെന്തു പറഞ്ഞു? പക്ഷേ നോമ്പ് നിങ്ങൾ പിന്നീട് നോറ്റ് വീട്ടണം എന്ന് പറഞ്ഞു. നോമ്പ് നിങ്ങൾ പിന്നീട് നോറ്റ് വീട്ടണം എന്ന് പറഞ്ഞു. നിസ്കാരം ഇതിനെപ്പറ്റി പിന്നെ നിസ്കരിക്കണം എന്ന് പറഞ്ഞതുമില്ല. അതെന്താ അങ്ങനെ എന്നൊരാൾ ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരിച്ചു ചോദിച്ചാൽ എന്താ? ഹറൂരിയത്തുൻ അൻതി, എന്താ ഹറൂരിയാണോ? നമ്മൾ ചില ആൾക്കാരോട് ചോദിക്കല്ലോ, ഇത് സുറൂരിയാണോ, ഇത് സുറൂരിയാണോ എന്ന് ചോദിക്കല്ലേ നമ്മള്. ഈ മൗദൂദിയാണോ, ഈ ഖുറാഫിയാണോ, കുബൂരിയാണോ എന്നൊക്കെ ചോദിക്കലുണ്ട്. എന്താ? അത് അവരെ ചോദ്യമാണ് അർത്ഥം. ഇതേപോലെ അക്കാലഘട്ടത്തിൽ ഇങ്ങനെ ഈ ബുദ്ധിയും അഖിലും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അതിന് യോജിക്കുന്നത് മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുള്ളൂ എന്ന് പറയുന്ന ഇന്നത്തെ കക്ഷികളുടെയൊക്കെ തലതൊട്ടപ്പന്മാരുടെ കക്ഷിയാണ് ഹറൂരിയ കക്ഷി. ആ ഹറൂരിയത്തിൽപ്പെട്ട മെമ്പറാണോ എന്നാണ് ചോദ്യത്തിന് മറുപടിയല്ല പറഞ്ഞത്, മറുചോദ്യ ചോദിച്ചത്. ഹറൂരിയ, ഈ ഹറൂരിയ എന്ന് ചോദിക്കുന്നു. എന്താ ചോദ്യം? തെളിവും പ്രമാണമൊന്നും കണ്ടാലും സ്വീകരിക്കൂല, ഞങ്ങളെ ബുദ്ധിക്ക് യോജിച്ചാലേ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞൊരു ആദ്യകാല പഴച്ച കക്ഷിയുടെ ഗ്രൂപ്പ് പെട്ടതാണ് ഹറൂരിയാക്കള്. അത് എന്താ ഇപ്പൊ ഇതിലുള്ളത്? സ്ത്രീകളോട് നിസ്കാരം കളാ വീട്ടണ്ടെന്ന് പറഞ്ഞു, നോമ്പ് കളാ വീട്ടണം എന്ന് പറഞ്ഞു. എന്താ ഇതിലെ യുക്തി? രണ്ടും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന അമലല്ലേ. ഇതെന്ത് നിസ്കാരം വീട്ടണ്ടാന്നും നോമ്പ് വീട്ടണമെന്നും അള്ളാഹ് അങ്ങനെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചത്? സമയന, ഞങ്ങൾ കേട്ടു, വഅതഅന, ഞങ്ങൾ അനുസരിച്ചു, വസല്ലംന, ഞങ്ങൾ കീഴൊതുങ്ങിയിരിക്കുന്നു. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് ബുദ്ധി ഉപയോഗപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ? ഖുർആനിലും ഹദീസിലും വന്ന കാര്യങ്ങളെ തള്ളാനും കൊള്ളാനും ബുദ്ധി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് ആർക്കും ലൈസൻസ് തന്നിട്ടില്ല. ഞാനൊരു ആയത്ത് പറയും, ഞാനൊരു ഹദീസ് പറയും, അത് നിങ്ങളുടെ ബുദ്ധിയുടെ മൂശയിലിട്ടിട്ട് നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് പറ്റുമെങ്കിൽ സ്വീകരിച്ചോളൂ, ഇല്ലെങ്കിൽ തള്ളിക്കോളൂ എന്ന ഒരു ലൈസൻസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഇല്ലേ ഇല്ല. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് കുറച്ചൊന്നുമല്ല കക്ഷികൾ പഴച്ചുപോയത്. അതുകൊണ്ട് ഇസ്ലാം നമ്മളോട് പറയുന്നു എന്തായിരിക്കണം ഒരു മുസ്ലിമിന്റെ നയം. അള്ളാഹു അവന്റെ റസൂലിലൂടെ ഒരു കാര്യം പഠിപ്പിച്ചിരുന്നു കഴിഞ്ഞാൽ, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറ. ഒരു സത്യവിശ്വാസിയായ പുരുഷനോ ഒരു സ്ത്രീക്കോ അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കതിൽ തന്നിഷ്ടം പ്രവർത്തിക്കാൻ പാടില്ല തന്നെ. ഇസ്ലാമിൽ ഒരു കാര്യം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏതെങ്കിലും ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ പിന്നെ അതിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാൻ അതിനെപ്പറ്റി ഒന്ന് ഗവേഷണം നടത്തട്ടെ, ഞാൻ ഒന്നും കൂടി ചിന്തിക്കട്ടെ എന്ന് പറയാൻ പാടില്ല. അതൊരു മുഅ്മിനിന് നിയോജിച്ചതല്ല. ഇനിയും വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ, അത് ധിക്കാരമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കൽ ധിക്കാരമാണ്. അത് അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കലാണ്. അങ്ങനെ ധിക്കരിച്ച കക്ഷികൾ മഹാപിഴവിൽ തന്നെ.
ഇനിയും നോക്കൂ, മറ്റൊരായത്തിൽ അല്ലാഹു പറയാണ്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖദൈത വയുസല്ലിമൂ തസ്ലീമാ. ഫലാ വറബ്ബിക, നിന്റെ റബ്ബിനെ തന്നെയാകുന്നു സത്യം. ലാ യുഅ്മിനൂന, അവർ മുഅ്മിനീങ്ങളാവുകയില്ല തന്നെ. നമ്മുടെ മനസ്സിൽ എപ്പോഴും നാം മനഃപ്പാടമാക്കി കൊണ്ടു നടക്കേണ്ടുന്ന ഒരായത്താണ് കേട്ടോ ഈ പറയുന്നത്. ഒരാളും മുഅ്മിനാവുകയില്ല, ലാ യുഅ്മിനൂന, അവർ മുഅ്മിനീങ്ങളാവുകയില്ല. ഹത്താ യുഹക്കിമൂക, നബിയെ അവർ നിന്നെ വിധികർത്താവാക്കുന്നത് വരെ, ഫീമാ ശജറ ബൈനഹും, ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായാന്തരമുണ്ടാകുന്ന വിഷയത്തിൽ അന്തിമ തീർപ്പ് അവർ കൽപ്പിക്കേണ്ടത് നീ മുഖേനയാണ്. അഥവാ ഒരു കാര്യത്തിൽ തർക്കമുണ്ടായാൽ ആ തർക്കം പരിഹരിക്കേണ്ടത് അവർ നിന്നിലേക്ക് മടക്കിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിൽ ഒരു കാര്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയത്തിൽ തീർപ്പെന്താണ് കൽപ്പിച്ചത്, അവിടുന്ന് എന്താണ് കണിശമായി പഠിപ്പിച്ചതെങ്കിൽ അതങ്ങ് അംഗീകരിച്ചു കൊള്ളണം. എന്നിട്ട് അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നു, ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. അങ്ങനെ ഒരു തീരുമാനം അങ്ങ് കിട്ടിയാൽ പിന്നെ സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖദൈത വയുസല്ലിമൂ തസ്ലീമാ. അവരുടെ മനസ്സിൽ പിന്നെ തോന്നാനേ പാടില്ല. സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം, പിന്നീട് അവരുടെ മനസ്സിൽ തോന്നാൻ പാടില്ല. ഹറജം മിമ്മാ ഖദൈത, നിന്റെ തീരുമാനത്തോട് ഒരു വിഷമവും തോന്നാൻ പാടില്ല. വയുസല്ലിമൂ തസ്ലീമാ, 100% അവരതിനെ അംഗീകരിച്ചു കൊള്ളുകയും ചെയ്യണം. ഹദീസിൽ അങ്ങനെ വന്നുപോയില്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മനമില്ലാ മനസ്സോടുകൂടിയല്ല ഹദീസ് സ്വീകരിക്കേണ്ടത്. അള്ളാഹ് അങ്ങനെ പറഞ്ഞും പോയില്ലേ, ഖുർആനിൽ അങ്ങനെ വന്നും പോയില്ലേ, നബിയുടെ ഹദീസിൽ അങ്ങനെ പറഞ്ഞും പോയില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, അംഗീകരിക്കുക തന്നെ എന്നിങ്ങനെ മനപ്രയാസത്തോടു കൂടിയല്ല അംഗീകരിക്കേണ്ടത്. ഒരു നിയമം പഠിച്ചു കഴിഞ്ഞാൽ സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം, അവരുടെ മനസ്സിൽ പിന്നെ തോന്നാനേ പാടില്ല. ഹറജം മിമ്മാ ഖദൈത, നിന്റെ തീരുമാനത്തോട് അല്പം പോലും ഒരു മുസ്ലിമിന്റെ മനസ്സിൽ വിഷമം തോന്നാൻ പാടില്ല. അത് പ്രത്യേകമായി അല്ലാഹു പറയാണ്, വയുസല്ലിമൂ തസ്ലീമാ, സമ്പൂർണമായി അവരതിന് കീഴ്പ്പെട്ടുകൊള്ളണം. അല്ലെങ്കിൽ ലാ യുഅ്മിനൂന, നബിയെ താങ്കളുടെ റബ്ബിനെ തന്നെയാണ് സത്യം, അവർ മോമിനാകൂല കേട്ടോ. ഏത് കക്ഷിക്കാരനാണെന്ന് പറഞ്ഞാലും ശരി, എനിക്ക് ഇന്ന കക്ഷിയിൽ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ ഒരു സ്വഭാവമില്ലേ, അവൻ മുഅ്മിനാവുകയില്ല, അവൻ ഈമാൻ കിട്ടുന്നതല്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറയുന്നു. അപ്പൊ ഇസ്ലാം മനുഷ്യനോട് ബുദ്ധി ഉപയോഗപ്പെടുത്താൻ പറഞ്ഞ വിഷയങ്ങളുണ്ട്, അല്ലാത്ത വിഷയങ്ങളുണ്ട്. ഖുർആൻ മനുഷ്യനോട് പറയുന്നു, എന്ത്, നീ ചിന്തിക്കണം, നീ ആലോചിക്കണം. ഒന്ന്, അവന്റെ ശരീരത്തെപ്പറ്റി ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ശരീരത്തെക്കുറിച്ച് നീ ആലോചിക്കണം. നീ ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള ജന്തുക്കളെ കുറിച്ച് ആലോചിക്കണം. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർദി കൈഫ സുതിഹത്. ജീവിക്കുന്ന തന്റെ ചുറ്റുപാടിലുള്ള ഭൂമി, ചുറ്റുഭാഗത്തും കാണുന്ന പർവ്വതങ്ങൾ, സസ്യലതാദികൾ, അതേപോലെ തന്നെ ജന്തുക്കൾ, മനുഷ്യൻ അവന്റെ തന്നെ ശരീരം. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിൽ തന്നെയും നിങ്ങൾക്ക് കണ്ടുകൂടെ, ചിന്തിച്ചുകൂടെ എന്നിങ്ങനെ ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ പലതിനെക്കുറിച്ചും ആലോചിക്കാൻ വേണ്ടി അല്ലാഹു തആല പറയുന്നുണ്ട്. പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറയുന്നുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലുമൊക്കെ ബുദ്ധിശക്തിയുള്ള ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതേപോലെ സമുദ്രത്തിലൂടെ കപ്പൽ സഞ്ചരിക്കുന്നത് കാണുന്നില്ലേ, ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നത് കാണുന്നില്ലേ, അതേപോലെ തന്നെ സസ്യലതാദികൾ ഭൂമിയിൽ നിന്ന് മുള പൊട്ടുന്നത് കാണുന്നില്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പറ്റി അള്ളാഹു ചിന്തിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതൊക്കെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് പലരും ഗവേഷകന്മാരായിട്ടുണ്ട്, ശാസ്ത്രജ്ഞന്മാരായിട്ടുണ്ട്, പണ്ഡിതന്മാരായിട്ടുണ്ട്, ഡോക്ടർമാരായിട്ടുണ്ട്, എഞ്ചിനീയർമാരായിട്ടുണ്ട്. അതേപോലെ തന്നെ ഉന്നതമായ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മനുഷ്യൻ ഉയർന്നതൊക്കെ അള്ളാഹു ഉപയോഗപ്പെടുത്താൻ പറഞ്ഞ ഈ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെയാണ്. അതൊക്കെ ഇസ്ലാം പറഞ്ഞതുമാണ്. പക്ഷേ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കൈവക്കാൻ പറ്റാത്ത ചില മേഖലകളുണ്ട്.
അത് അവന്റെ ബുദ്ധിക്ക് വിട്ടുകൊടുത്തതല്ല. പരലോകത്തെക്കുറിച്ച് നീ ആലോചിച്ചോ. സ്വർഗത്തെക്കുറിച്ചുള്ള ആയത്തുകളും ഹദീസുകളും ഒക്കെ കേട്ടിട്ട് നിന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാവുന്നൊരു സ്വീകരിച്ചോളൂ, നിന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാകാത്തത് തള്ളിക്കോളൂ എന്നിങ്ങനെ ഒരു ഖിയറത്ത്, ഒരു തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. അതിൽ മനുഷ്യന് ചിന്തിക്കാൻ വകുപ്പില്ല. അള്ളാഹിനെ പറ്റി ഇങ്ങനെ കുത്തിരുന്ന് ആലോചിച്ചോളൂ എന്ന് പറഞ്ഞില്ല. അള്ളാഹിന്റെ ഇസ്മുകള്, അള്ളാഹുടെ പേര്, അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ്, ഇതിലൊക്കെ ഒരു ഗവേഷണം നടത്തുക. എന്നിട്ട് നമ്മളെ ബുദ്ധിക്ക് ഇങ്ങനെ യോജിക്കുക. അപ്പോ ഇസ്ലാമികമായിട്ട് അള്ളാഹു അവനെക്കുറിച്ച്, നിങ്ങൾ അവനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചോളിൻ. അവന്റെ ദാത്ത് എങ്ങനെയാണ്, എങ്ങനെയാ അള്ളാഹ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എങ്ങനെയാ അള്ളാഹു ഇറങ്ങുക, എങ്ങനെയാ അള്ളാഹു കയറുക, എങ്ങനെയാ അള്ളാഹുടെ കയ്യ്, എങ്ങനെയാ അള്ളാഹുടെ അരശ്, എങ്ങനെയായ്മ ഉപവിഷ്ടനാവുക, എങ്ങനെയാ അള്ളാഹു ചിരിക്കുക, എങ്ങനെയാണ് അള്ളാഹുവിന്റെ വിരല്, എങ്ങനെയാണ് അള്ളാഹുവിന്റെ പാദം, എങ്ങനെയാണ് അള്ളാഹു വരും എന്ന് പറഞ്ഞത്. ഇതിനെപ്പറ്റിയൊന്നും ആലോചിച്ച് ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയിട്ടില്ല. മറിച്ച് എന്താ പറഞ്ഞത്? അള്ളാഹു അവനെപ്പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഖുർആനിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി എന്തൊക്കെ ഹദീസുകളിലൂടെ പറഞ്ഞിട്ടുണ്ടോ, അതൊന്നും ബുദ്ധിയുടെ മൂശയിലിട്ട് ചിന്തിച്ചുകൊണ്ട് നീ തള്ളാനോ കൊള്ളാനോ പോകാതെ, നിനക്ക് അംഗീകരിക്കാൻ സാധിച്ചാലും ഇല്ലെങ്കിലും, നിന്റെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും അത് അംഗീകരിച്ചേ പറ്റൂ, അത് വിശ്വസിച്ചേ പറ്റൂ. ആ കാര്യങ്ങളൊക്കെ ബുദ്ധിയുടെ മൂശയിലിട്ടിട്ട് അത് തള്ളിക്കളയുന്നവര് വഴിപിഴച്ച കക്ഷികളാകുന്നു. കണ്ടിട്ടില്ലേ ചില ആളുകൾ റഹ്മാനു അലൽ അർശിസ്തവാന്ന് ഖുർആനിലുണ്ട്. എന്താ അതിന്റെ അർത്ഥം? പരമകാരുണികൻ സിംഹാസനത്തിൽ അർശിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു. എന്താ മുസ്ലിം വിശ്വസിക്കേണ്ടത്? അള്ളാഹു അർശിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു. അത്രേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയെന്ന് ചോദിക്കാൻ പറ്റുമോ? പാടില്ല. എങ്ങനെയെന്നൊക്കെ ചിന്തിച്ചിട്ട് അപ്പൊ ഇതാ പറയുന്ന ആളുകളെ പറ്റി ഇതിൽ ചിലർ കളിയാക്ക. കണ്ടോ മുജാഹിദിന്റെ അള്ളാഹ് എന്ന് പറഞ്ഞാൽ കസേരമേൽ കയറി ഒരു കൊടവേറൊക്കെ അങ്ങനെ തടവിയിട്ടിരിക്കുന്നവരല്ലയാണ്. കളിയാക്കാണ്. കാരണം അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അയാളെ ബുദ്ധിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി ഹദീസിൽ പറയുന്നു, യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലസ് സമാഇദ് ദുനിയാ. എല്ലാ ദിവസവും നമ്മുടെ ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് നമ്മുടെ റബ്ബ് ഇറങ്ങുന്നു. അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല യുക്തിവാദിക്ക്. അപ്പൊ യുക്തിവാദി ചോദിക്കുകയാണെന്ത്? പരിശുദ്ധ ഖുർആനിന്റെ തന്നെ ആയത്തിലും അതുപോലെ തന്നെ ഹദീസിലും ഉണ്ടല്ലോ, വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി. അല്ലാഹു അവന്റെ വലത് കരത്തിൽ ആകാശങ്ങളെ ചുരുട്ടി പിടിച്ചിരിക്കുന്നു എന്ന ആയത്തിലില്ലേ? എന്നിട്ട് തിരിച്ചു ചോദിക്കുകയാണ്, വലത്തെ ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ചോദിക്കാണ്, വലത്തെ കൈ ചുരുട്ടി പിടിച്ച ആകാശത്തിലേക്ക് അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് എല്ലാ ദിവസവും ഇറങ്ങുമത്രേ. അതെങ്ങനെയായ ഇറക്കം? എന്നിട്ട് ജനങ്ങളെ കൊണ്ട് ചിരിപ്പിക്കുന്നു യുക്തിവാദി. ഏത് യുക്തിവാദിയാണിത്? അള്ളയില്ല എന്ന് പറയുന്ന യുക്തിവാദിയല്ല, മതയുക്തിവാദിയാണ് ഈ ചോദിക്കുന്നത്. വലത്തെ കൈ ചുരുട്ടി പിടിച്ചിട്ടുള്ള ആകാശത്തിലേക്ക് എങ്ങനെ ഈ അള്ള ചാടല്, എങ്ങനെ അതിലേക്ക് ഇറങ്ങല്? അപ്പൊ ഈ മഠയൻ എന്താ ചിന്തിക്കുന്നത്? അവനെ പറ്റിയാണ്, അവനെ പോലെയാണ് അല്ല എന്നാ ചിന്തിച്ചത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ പോലെയാണ് അല്ല എന്നാണ് ചിന്തിച്ചത്. അള്ളാഹിനെ പറ്റി പറയുമ്പോ ബാലപാഠം തന്നെ പഠിപ്പിക്കുന്നത് എന്താണ്? വലം യകുല്ലഹു കുഫുവൻ അഹദ്. അവന് തുല്യനായി ഒരാളും തന്നെയില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ. അള്ളാഹുവിനെ പോലെ യാതൊന്നും തന്നെയില്ല. അള്ളാഹിനെ ഏതൊന്നിനെ കൊണ്ട് ഉപമിക്കാൻ പറ്റുമോ? പടച്ചതമ്പുരാന് നിങ്ങൾ ഉദാഹരണം പറഞ്ഞു പോകരുത്. ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ. നിങ്ങൾ അള്ളാഹ്ക്ക് ഉദാഹരണം പറഞ്ഞു പോകരുത്. കാരണം അള്ളാഹിനെ ഉപമിക്കാൻ വല്ലതും ഉണ്ടായിട്ട് വേണ്ടേ ഉപമിക്കണമെങ്കിൽ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാത്ത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അള്ള വരുന്നു എന്ന് പറയുമ്പോ എങ്ങനെയാണ് ആ വരവ്? അള്ള ഇറങ്ങുന്നു എന്ന് പറയുമ്പോ ഏതെങ്കിലും സൃഷ്ടി ഇറങ്ങും പോലെ എന്ന് വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ യദ് എന്ന് ഖുർആൻ പറയുമ്പോ, അള്ളാഹുവിന്റെ കൈകൾ എന്ന് പറയുമ്പോ നമ്മുടെയോ ഏതെങ്കിലും സൃഷ്ടികളുടെ കൈകൾ പോലെയോ എന്ന് ചിന്തിക്കാൻ പോലും പാടില്ല. അള്ളാഹു അർശിന്മേൽ ഉപവിഷ്ടനായി എന്ന് പറയുമ്പോ ഏതെങ്കിലും ഒരു സൃഷ്ടി ഏതെങ്കിലും ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും പോലെ എന്ന് ചിന്തിക്കാൻ പോലും പാടില്ല. അങ്ങനെ അള്ളാഹിനെ പറ്റി അള്ള എന്താണോ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത്, അത് അപ്പടി അങ്ങ് വിശ്വസിക്കലല്ലാതെ അത് എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ. എങ്ങനെയാ മൗലൈമാരെ അള്ള ഈ ഇറങ്ങി വരല്? വേറൊരു യുക്തിവാദിയുടെ ചോദ്യമാണ്, അള്ള അങ്ങനെ ഇറങ്ങി വന്നാ പിന്നെ ഇറങ്ങാനല്ലാതെ കയറാൻ പിന്നെ അള്ളാഹ്ക്ക് നേരുണ്ടാവോ? കാരണം ഇന്ത്യ രാജ്യത്തിലെ രാത്രിയുടെ 1/3 കഴിയുമ്പോ വേറൊരു രാജ്യത്ത് പകലല്ലേ?
അമേരിക്കക്കാരനപ്പൊ പകലല്ലേ? അപ്പൊ അമേരിക്കയിലും ഇറങ്ങണം, ഇന്ത്യയിലും ഇറങ്ങണം, എല്ലാ രാജ്യങ്ങളിലും ഇറങ്ങണം. അങ്ങനെ പലയിടത്തും പല അവസരങ്ങളിലല്ലേ രാത്രി. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന അള്ളാഹ്ക്ക് ഈ ഇറങ്ങാനല്ലാതെ കയറാൻ നേരമുണ്ടോ എന്ന് ചോദിച്ചിട്ട് മതയുക്തിവാദി പരിഹസിക്കുന്നു. അപ്പോഴും ആ മഠയൻ ചിന്തിക്കുന്നത് എന്താണ്? മനുഷ്യന്റെ കാര്യം ആലോചിക്കുന്നത്, സൃഷ്ടികളെ പോലെയാണ് ആ ചിന്തിക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞത്, പഠിക്കാതെ പോയി. ലൈസ കമിസ്ലിഹി ശൈഉൻ, അള്ളാഹിനെ പോലെ ആരൊന്നുമില്ല കേട്ടോ. അള്ളാഹിനെ പോലെ എന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒന്നും തന്നെ ഇല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരാളും തന്നെയില്ല, അവനെ പോലെ യാതൊന്നുമില്ല. അപ്പൊ അള്ള പിന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ നമ്മളെന്തിനാ ചോദിക്കാൻ പോകുന്നത്? അമേരിക്കൻ രാത്രിയിലോ ഇന്ത്യൻ രാത്രിയിലോ യൂറോപ്യൻ രാത്രിയിലോ അതോ വേറെ രാത്രിയിലോ എന്ന് ചോദിക്കാനേ പാടില്ല എന്നാണ്. കാരണം എന്താ? ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചോളും. കാരണം അത് നമ്മളെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല, നമ്മളെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല. അള്ളാഹു എങ്ങനെയാണ് നമ്മളെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല. അള്ളാഹുവിന്റെ ഇറക്കം, അള്ളാഹു എങ്ങനെയാ ചിരിക്കുന്നത്? അള്ളാഹുവിന്റെ വിരലുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള വിരലുകൾ എന്നാണോ? അള്ളാഹു അവന്റെ കണങ്കാല് വെളിവാക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. യൗമ യുക്ശഫു അൻ സാഖിൻ, കണങ്കാല് വെളിവാക്കപ്പെടുന്ന ദിവസം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എങ്ങനെയാ പടച്ചോന്റെ കണങ്കാല് സാഖ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. എന്നാ പിന്നെ നമ്മൾ എന്താ വേണ്ടത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയലാണോ? അല്ല. അള്ളാഹു അവനെപ്പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അതൊക്കെ അപ്പടി അങ്ങ് വിശ്വസിക്കുക. എങ്ങനെ എന്ന് ചോദിക്കാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്ത്, മാലിക്കി മദ്ഹബ് നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനായ ദാറുൽ ഹിജ്റയിലെ പണ്ഡിതൻ എന്നറിയപ്പെടുന്ന മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇങ്ങനെ അർറഹ്മാനു അലൽ അർശിസ്തവാ, പരമകാരുണികനായ അല്ലാഹു സിംഹാസനത്തിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന ആയത്തങ്ങ് ഓതിക്കേൽപ്പിച്ചപ്പോ കൂട്ടത്തിൽ നിന്നൊരു ചങ്ങാതി ചോദിക്കുകയാണ്, കൈഫ്, എങ്ങനെയാണ് ആ പണി? എങ്ങനെയാണ് ഈ അല്ലാഹ് അർശിന്മേൽ ഉപവിഷ്ടനാകുക എന്ന് പറഞ്ഞാൽ? ഉടനെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മറുപടി കൊടുത്തത് എന്താണെന്നോ? അൽ ഇസ്തിവാഉ മഅലൂമുൻ, ഉപവിഷ്ടനാകുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാകും. പക്ഷേ വൽ കൈഫിയത്തു മജ്ഹൂൽ, അള്ളാഹിനെ പറ്റി അതെങ്ങനെയാണ് നമുക്കറിയില്ല എന്ന് വിചാരിച്ച് നമ്മളത് തള്ളണോ? വൽ ഈമാനു ബിഹി വാജിബുൻ, അങ്ങനെ വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതെങ്ങനെയെന്ന് ചോദിക്കൽ പഴച്ചവന്റെ ലക്ഷണമാണ്. പിടിച്ചു പുറത്താക്കൂ അവനെ എന്ന് മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ആളെ പിടിച്ചു പുറത്താക്കാൻ പറയുന്നു. അപ്പൊ ഈ ചോദിക്കുന്ന യുക്തിവാദം പറയുന്ന ഈ മതയുക്തിവാദികളുടെ ഹെഡ് ഓഫീസ് പണ്ടുകാലം മുതൽക്കേ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി ചരിത്രങ്ങൾ നമുക്ക് വിലയിരുത്തി തരുന്നു. അപ്പൊ സഹോദരന്മാരെ, നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ബുദ്ധിയും ചിന്താശേഷിയും അത് നമുക്ക് ഉപയോഗപ്പെടുത്താനും അഭിപ്രായം പറയാനും ഒക്കെ സ്വാതന്ത്ര്യം ഉള്ള മേഖലകളുണ്ട്, അതിന് സ്വാതന്ത്ര്യമില്ലാത്ത മേഖലകളുണ്ട്. അത് നാം കൃത്യമായും അങ്ങ് വിശ്വസിക്കുകയും അംഗീകരിക്കുകയുമാണ് ചെയ്യേണ്ടത്. അതല്ലാതെ എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യത്തെ തള്ളാൻ എനിക്ക് പാടില്ല, ഹദീസിൽ വന്ന ഒരു കാര്യത്തെ തള്ളാൻ എനിക്ക് പാടില്ല. ഇതാണ് പണ്ട് കാലം മുതൽക്കേ മതയുക്തിവാദികളോട് അക്കാലഘട്ടത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പറഞ്ഞത്. അന്നും ഇന്നുമൊക്കെ ഈ വാദം പറയുന്ന ആളുകളെ അപ്പുറത്തുള്ള കക്ഷി എന്താ ആക്ഷേപിക്കാറുള്ളത്? ഇവർ വെറും അക്ഷരപൂജകരാണ്. അക്ഷരത്തിൽ എന്താണോ ഉള്ളത് അത് അപ്പടി നോക്കും, അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ അങ്ങോട്ട് വിഴുങ്ങുന്ന ആൾക്കാരാണ്. ആയിക്കോട്ടെ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചിട്ടുള്ള മാർഗത്തിൽ നിന്ന് വിട്ടുപോയാൽ ഓരോരുത്തർക്ക് തോന്നുന്നത് പോലെ ഓരോരുത്തർക്ക് കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ അവരെ നിഷേധിക്കും. അതുകൊണ്ടാണ് ചില കക്ഷികൾ മലക്കുകൾ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മലക്കുകളെ പറ്റി പറഞ്ഞപ്പോ അവര് പല വ്യാഖ്യാനങ്ങളും കൊടുത്തു. ജിന്നുകൾ എന്ന് പറയുന്ന വിഭാഗത്തെ പറ്റിയും അവരുടേതായ ലോകത്തെ പറ്റിയും പറഞ്ഞപ്പോ പലർക്കും ഉൾക്കൊള്ളാനായില്ല. ശൈത്താനെ പറ്റി പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാനായില്ല. ദജ്ജാല് വരും എന്ന ഹദീസ് കണ്ടപ്പോ പലർക്കും ഉൾക്കൊള്ളാനായില്ല. ദജ്ജാല് ഒറ്റക്കണ്ണനാണെന്ന് ഹദീസിലുണ്ട്. അവൻ കാണിക്കുന്ന അത്ഭുതങ്ങളെ സംബന്ധിച്ച് ഹദീസുകളുണ്ട്, സ്വഹീഹായ ഹദീസുകളാണ്. അപ്പൊ ചിലര് പറഞ്ഞു അത് അങ്ങനെയൊന്നുമില്ല, ഈ ദജ്ജാല് എന്ന് പറഞ്ഞാല് ലോകത്തുണ്ടാകുന്ന ദുഷ്പ്രവർത്തനങ്ങളെ പ്രതീകാത്മകമായിട്ട് ചിത്രീകരിച്ചതാണ്, അതല്ലാതെ അങ്ങനെ ഒരു സംഗതിയൊന്നും വരാനില്ല, അങ്ങനെ ഒരാള് വരാനേ ഇല്ല എന്നാ പറഞ്ഞത്. നൂറുകണക്കിന് ഹദീസുകളിലൂടെയാണ് ദുഷ്ടനായ വലിയ ദജ്ജാലിന്റെ രംഗപ്രവേശം ഹദീസുകളിൽ വന്നിട്ടുള്ളത്. പക്ഷെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ ദജ്ജാല് വരും എന്നുള്ള ഹദീസിനെ അവർ തള്ളുന്നു. അതേപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ
അള്ളാഹു ജീവനോടെ ഉടലോടെ അങ്ങ് ഉയർത്തിയതാണ്. ബർ റഫഅഹുല്ലാഹു ഇലൈഹി വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. അവർക്ക് അദ്ദേഹത്തെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല, കുരിശിൽ തറക്കാനും സാധിച്ചിട്ടില്ല. അവർക്ക് ഏതോ ആളെ പോയിട്ട് അവർ ആരെയോ പിടിച്ചു കൊണ്ടുപോയിട്ടെന്തോ ചെയ്തിരിക്കാം. പക്ഷേ അത് മഹാനായ ഈസ നബി അലൈഹിസ്സലാം അല്ല. മറിച്ച് ഖുർആൻ പറയുന്നു ബർ റഫഅഹുല്ലാഹു ഇലൈഹി, അള്ളാഹു തന്നിലേക്ക് ആ മഹാനായ പ്രവാചകനെ ഉയർത്തിയിരിക്കുകയാണ്. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തെ അള്ളാഹു ഉടലോടെ അങ്ങ് ഉയർത്തിയിരിക്കുകയാണ് എന്നും ഖുർആൻ തന്നെ പറയുന്നു. മാത്രമല്ല, ഇനി ഹദീസിൽ കാണാം, അന്ത്യനാളിന്റെ ലക്ഷണമായിക്കൊണ്ട് അവസാന കാലഘട്ടത്തിൽ യൻസിലു ഫീകും ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ നിങ്ങളിൽ ഇറങ്ങി വരുന്നതാണ്. ഏത് പ്രദേശത്താണ് ഇറങ്ങുക എന്നുവരെ സ്വഹീഹായ ഹദീസിലുണ്ട്. ഏത് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വരിക എന്നുവരെ ഹദീസിലുണ്ട്. വരുമ്പോൾ അവിടുത്തെ ശരീരത്തിന്റെയും മുടിയുടെയും രൂപം വരെ കൃത്യമായി പറയുന്നുണ്ട്. ഏത് നിസ്കാരത്തിന്റെ സമയത്താണ് ഈ ഭൂമിയിൽ ഇറങ്ങുക എന്ന് പറയുന്നുണ്ട്. ഏത് പ്രദേശത്ത് വന്നിട്ടാണ് ആദ്യമായി കാലുകുത്തുക എന്ന് ഹദീസിലുണ്ട്. ആ ഹദീസുകളൊക്കെ കണ്ടിട്ടും അത് ഞങ്ങളെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. ഇനി ഈസാ നബി ഇനി അവസാന കാലഘട്ടത്തിൽ വരും എന്ന് പറഞ്ഞാൽ, അങ്ങനെ ദജ്ജാലിനെ കൊല്ലും എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധി ഉപയോഗപ്പെടുത്താൻ പറഞ്ഞ മതത്തിന്റെ അനുയായികളായ ഞങ്ങളെ കിട്ടില്ല. അതുകൊണ്ട് ദജ്ജാലിന്റെ ഹദീസ് സ്വീകരിക്കൂല, ഈസാ നബി വരുമെന്ന ഹദീസ് ഞങ്ങൾ സ്വീകരിക്കൂല. അങ്ങനെ പലതിനെയും തള്ളുന്നു. കാരണം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഖബറിലെ ശിക്ഷയെ നിഷേധിക്കുന്നു. കാരണം അതെങ്ങനെയാ ഖബറിലൊരു ശിക്ഷ? ഞങ്ങൾ ആരും ഏരിത്തമ്മാടി മരിച്ചിട്ട് ഖബർ തുറന്നു നോക്കിയാലും അടിയുടെയും ഇടിയുടെയും ഒന്നും പാടില്ലല്ലോ. പിന്നെ എന്തേ ഖബർ ശിക്ഷ എന്ന് പറയുന്നത്? വെറുതെയല്ലേ എന്ന് പറയുന്നു. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നമുക്കൊരു പ്രത്യേകമായ പാലത്തിലൂടെ അങ്ങ് മുന്നോട്ട് പോകാനുണ്ട്. സദ്വൃത്തരായ ജനങ്ങളാണെങ്കിൽ കാറ്റിന്റെ വേഗതയിൽ അവരത് വിട്ടുകിടക്കുന്നതാണ്. തെമ്മാടികളാണെങ്കിൽ അവർ കഷ്ടപ്പെട്ടത് തന്നെ എന്ന് ഹദീസുകളിൽ ധാരാളമുണ്ട്. പക്ഷേ മതയുക്തിവാദിക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവൻ പറയുന്നു, എന്ത് പാലമാണത്? അങ്ങനെ ഒരു പാലമോ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതേപോലെ നാളെ മഹ്ശറിൽ മനുഷ്യരുടെ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും തൂക്കുന്ന തുലാസുണ്ട്, മീസാൻ ഉണ്ട് എന്ന് പറയുന്നു. ആ മീസാൻ ഈ മനുഷ്യനിവിടെ പദാർത്ഥം തൂക്കുന്ന പരിചയമല്ലേയുള്ളൂ. അതെങ്ങനെയാ അമല് തൂക്കൽ എന്നവന് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് അങ്ങനെ ഒരു മീസാൻ അത് വിശ്വസിച്ചോളണം എന്നില്ല. അതൊക്കെ ചില കഥകളും ചില അലങ്കാര പ്രയോഗങ്ങളും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ചിത്രീകരിച്ചു പറഞ്ഞതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആഖിറത്തിൽ നടക്കാനിരിക്കുന്ന പല സംഭവങ്ങളെയും മതയുക്തിവാദികൾ തള്ളിക്കളയുന്നു. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ കൈവച്ചു, ഹദീസിൽ കൈവച്ചു. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ വ്യാഖ്യാനിച്ചു. അതാ കഅബ പൊളിക്കാൻ വേണ്ടി അബർഹത്തിന്റെ പട്ടാളം വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ നിലക്കുള്ള ഒരു പക്ഷി പട്ടാളത്തെ കൊണ്ടവരെ പ്രതിരോധിച്ചു, അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഫഅർസല അലൈഹിം തയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ ആ പക്ഷികളെങ്ങനെ ഒരു കല്ലുകൊണ്ട് എറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കോ എന്ന് ഉൾക്കൊള്ളാൻ അവന്റെ ബുദ്ധിക്ക് കഴിഞ്ഞില്ല. അപ്പൊ മതയുക്തിവാദി തഫ്സീർ എഴുതിയപ്പോൾ പറഞ്ഞതെന്താണ്? അക്കാര്യം ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോ അതെന്തോ ചില പ്രത്യേകമായ മാരകമായ രോഗത്തിന്റെ രോഗാണുക്കളെ പക്ഷികളുടെ കാലുകളിൽ ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ രോഗാണുക്കളെ കൊണ്ട് പരത്തിയിട്ട് അവിടെ ആകെ പ്രശ്നം ഉണ്ടായതാണ്. ഒരു പകർച്ചവ്യാധി പകർന്നു പിടിച്ചിട്ട് ആളുകൾ ചത്തൊടുങ്ങിയതാണ്. അതല്ലാതെ അത്ഭുതമാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ ബുദ്ധിയിൽ ഓരോന്നിട്ട് ആലോചിക്കണം. എത്ര ഉദാഹരണങ്ങളാണ് സഹോദരന്മാരെ. മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, നീ നിന്റെ വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കുക. സമുദ്രം രണ്ടായി പിളർന്നു. മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അനുയായികളും മറുകര പറ്റി. പക്ഷേ മതയുക്തിവാദിക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് മൂപ്പരെന്തു പറഞ്ഞു? അല്ലെങ്കിൽ അത്തരത്തിലുള്ള കക്ഷികൾ എന്തു പറയുന്നു? അത് അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് ഭൂമിയിൽ സഞ്ചരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വടിയും കുത്തി സഞ്ചരിച്ചോളാൻ പറഞ്ഞതാണ്. വടിയും കുത്തി കൊണ്ട് നീ സഞ്ചരിച്ചോളൂ എന്ന് പറഞ്ഞതാണ്. അതല്ലാതെ സമുദ്രത്തിൽ തല്ലാൻ പറഞ്ഞതല്ല. വ്യാഖ്യാനം നോക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ശത്രുക്കൾ തീക്കുണ്ടാരത്തിലെറിഞ്ഞപ്പോ ഒരു രോമകൂപത്തിന് പോലും പോറലേൽക്കാതെ മനുഷ്യനതിന്റെ നാലേലത്ത് പോലും എത്താൻ കഴിയാത്ത നിലക്ക് അത്യുഗ്രമായ ചൂടുള്ള തീയിലേക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തെറ്റുവില്ലിൽ നിർത്തിയിട്ട് അങ്ങോട്ട് തട്ടിവിട്ടപ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ തീയിൽ പോയി വീണു. അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. അല്ലാഹു തീയിനോട് പറഞ്ഞു, ഖുൽനാ
യാ നാറു കുനീ ബർദം വസലാമൻ അലാ ഇബ്രാഹീം, ഇബ്രാഹീമിന്റെ മേൽ രക്ഷയും തണുപ്പുമായി കൊണ്ട് നീ മാറിക്കോ തീയേ എന്ന് നാം പറഞ്ഞു. അത്ഭുതകരമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം രോമകൂപത്തിന് പോലും ഒന്നുമേൽക്കാതെ പുറത്തേക്ക് വന്നു. മതയുക്തിവാദിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ബുദ്ധിജീവിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവൻ പറഞ്ഞു, എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മൂപ്പര് മനസ്സിലാക്കിയത് അവിടെ അഗ്നി എന്ന് പറഞ്ഞത് ആലങ്കാരിക പ്രയോഗമാണ്, സാക്ഷാൽ പ്രയോഗമല്ല. രോഷാഗ്നി എന്ന് നമ്മൾ പറയാറില്ലേ? രോഷാഗ്നി, കോപാഗ്നി എന്നൊക്കെ പറയാറില്ലേ? കോപമാകുന്ന തീയ്, രോഷമാകുന്ന തീയ്. അപ്പൊ ജനങ്ങളുടെ കോപാഗ്നിയിൽ അദ്ദേഹത്തെ ഇട്ടു എന്നേയുള്ളൂ, അതല്ലാതെ ഒറിജിനൽ തീയിൽ ഇബ്രാഹിം നബി വീണിട്ടില്ല. അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇനിയും നിങ്ങൾ നോക്കൂ, ധാരാളം ഉദാഹരണങ്ങൾ കാണാം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമതാ തന്റെ പട്ടാളക്കാരെയും കൊണ്ടിങ്ങനെ കവാത്തിനിറങ്ങിയ നേരത്ത് അതാ കാലത്ത് നംലത്തുൻ, അതാ ഒരു ഉറുമ്പ് വിളിച്ചു പറയുന്നു. ഉറുമ്പാണ് സംസാരിക്കുന്നത്. യാ അയ്യത്തുഹൻ നംൽ ഉദ്ഖുലൂ, നിങ്ങളൊക്കെ നിങ്ങളുടെ താമസ സ്ഥലങ്ങളിൽ പ്രവേശിച്ചോളൂ. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ, അറിയാതെ വരുന്നുണ്ട് സുലൈമാനും പട്ടാളവും ഒക്കെ. അവരുടെ കാലിനടിയിൽപ്പെട്ട് നിങ്ങൾ ചതഞ്ഞരഞ്ഞു മരിച്ചു പോകും ഉറുമ്പുകളെ, അതുകൊണ്ട് മാളത്തിൽ ഒളിച്ചോളൂ എന്ന് ഉറുമ്പിന്റെ കൂട്ടത്തിൽ നിന്നൊരു നേതാവ് വിളിച്ചു പറയുന്നു. ഉറുമ്പിന്റെ സംസാരം ഗ്രഹിക്കാൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കഴിഞ്ഞിരുന്നു. പക്ഷികളുടെ സംസാരം ഗ്രഹിക്കാൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കഴിഞ്ഞിരുന്നു. പക്ഷേ മതയുക്തിവാദിക്കത് ദഹിച്ചില്ല. അയാളെന്താ പറഞ്ഞത്? നംലത്ത് എന്ന് പറഞ്ഞ ഉറുമ്പ് എന്ന് ഭാഷയിൽ അർത്ഥമൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ഉദ്ദേശം നംലത്ത് ഗോത്രക്കാരിയായ ഒരു പെണ്ണ് പറഞ്ഞു എന്നാണ്. കേട്ടോ, കാലത്ത് നംലത്തുൻ, ഉറുമ്പ് പറഞ്ഞു എന്നില്ല. എന്താ മൂപ്പരർത്ഥം? നംലത്ത് ഗോത്രക്കാരിയായ ഒരു പെണ്ണ് പറഞ്ഞു. ഉറുമ്പാന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ധാരാളം പ്രശ്നങ്ങൾ ഇന്നും ചില ആളുകൾക്ക്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇഖ്തറബത്തിസ്സാഅതു വൻശഖൽ ഖമർ, ചന്ദ്രൻ വളർന്ന സംഭവത്തെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ചന്ദ്രനെ രണ്ടായി അങ്ങ് പിളർത്തി കാണിച്ചു കൊടുത്തു. മുശ്രിക്കുകൾ ആവശ്യപ്പെട്ടു, അല്ലാഹു അതാ ആ മാനുഷികമായ സംഭവം അങ്ങ് പ്രകടിപ്പിക്കുകയാണ്. ചന്ദ്രൻ രണ്ട് കഷ്ടമായി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയാണ്. ആ സംഭവം മതയുക്തിവാദി അംഗീകരിക്കുന്നില്ല. ചന്ദ്രൻ പിളരുകയോ? അതെങ്ങനെയാ എനിക്ക് മനസ്സിലാക്കാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്രാ പോയില്ലേ, മേറാജ് പോയില്ലേ? അത് സ്വപ്നാടനമെന്നാണ് ചിലർ പറയുന്നത്. അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം എങ്ങനെ പോകാനാണ്? ഏഴാകാശത്തിലേക്കും ഇതൊക്കെ എങ്ങനെ പോകാനാണ്? അങ്ങനെ അത് സ്വപ്നമായി തള്ളുന്നു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒട്ടേറെ അമാനുഷികമായ സംഭവങ്ങളുണ്ട്. അവിടുന്ന് മദീനത്തെ പള്ളിയിൽ ഖുത്ബ നിർവഹിച്ചിരുന്നത് മിമ്പർ നിർമ്മിക്കപ്പെടുന്നതിന്റെ മുമ്പ് ഒരു ഈത്തപ്പനയുടെ മരത്തിന്റെ മുട്ടിയിന്മേൽ കയറി നിന്നിട്ടാണ്. ഈത്തപ്പന തടിയിന്മേൽ കയറി നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഖുത്ബ നടത്തിയിരുന്നത്. കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് അവിടത്തേക്ക് ഒരു മിമ്പർ നിർമ്മിച്ചു കൊടുത്തത്. ആ മിമ്പർ നിർമ്മിച്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ കയറി നിന്ന് ഖുത്ബ നിർവഹിച്ചിരുന്ന ഈത്തപ്പന തടി പള്ളിയുടെ ഒരു മൂലയിലേക്ക് അങ്ങ് മാറ്റിവെച്ചിട്ട് ഈ പുതിയ മിമ്പറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി നിന്നപ്പോ അതാ ഈത്തപ്പന തടിയിൽ നിന്നൊരു ഞരക്കം കേൾക്കുന്നു, ഒരു കരയൽ കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി ചെന്നിട്ട് അതിന്മേൽ തടവുന്നു. അതിന്റേതായ ശബ്ദം നിലക്കുന്നു. ഇത് ഉൾക്കൊള്ളാൻ മതയുക്തിവാദിക്ക് കഴിയുന്നില്ല. എങ്ങനെയാണ് എന്നാ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ പല മുഅ്ജിസത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുണ്ടായിട്ടുണ്ട്. അങ്ങനെ ധാരാളം സംഭവങ്ങൾ നിങ്ങൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തന്നെ നെഞ്ചുകീറിയ സംഭവങ്ങൾ രണ്ട് സമയത്തുണ്ടായിട്ടുണ്ട്. ഒന്ന് കുട്ടിയായിരിക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെഞ്ചുകീറിയിട്ടുണ്ട്, ശുദ്ധീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മിഅ്റാജിന് ഇസ്രായിന് പുറപ്പെടുന്ന സമയത്ത് അതാ രണ്ട് മലക്കുകൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നെഞ്ചകം കീറിയിട്ട് സംസം കൊണ്ട് പരിശുദ്ധമാക്കിയിട്ട് എന്തോ ചിലതെടുത്ത് പുറത്തേക്ക് എറിഞ്ഞ് എന്തോ ചിലത് കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളല്ല, പക്ഷേ അതൊക്കെ സംഭവിച്ചതാണ്. സഹീഹുൽ ബുഖാരിയിൽ കാണാം, അതേപോലെ തന്നെ ധാരാളം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എന്റെ ബുദ്ധിക്കും യുക്തിക്കും യോജിച്ചാലേ ഞാൻ സ്വീകരിക്കൂ എന്ന് പറഞ്ഞാൽ പിന്നെ അവന് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഹദീസുകളിലേക്ക് വന്നു നോക്കൂ. ഹദീസുകൾ ഇങ്ങനെ വായിക്കുകയാണ് മതയുക്തിവാദി. എന്നിട്ട് ഹദീസ് ഇങ്ങനെ വായിച്ചിട്ട് അവൻ പറയുന്നു എന്ത്, ഇതെനിക്ക് നിഷേധിക്കാൻ, എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഹദീസ് നിഷേധികൾ ലോകത്ത് രണ്ട് തരക്കാരുണ്ട്. ഒന്ന്, ഒറ്റ ഹദീസും സ്വീകരിക്കൂല എന്ന് പറയുന്ന കക്ഷികളാ. ഖുർആനിലുണ്ട് എല്ലാം. അവർ അഹ്ലുൽ ഖുർആൻ സൊസൈറ്റി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഇപ്പൊ അതുണ്ടോ അല്ലേ അല്ലാഹു അഅലം. അവിടെ ഇവിടെ കായ്റ്റിപ്പോഴും ഇങ്ങനെ മുളച്ചു പൊട്ടുന്നുണ്ട്.
എന്താണ് അഹ്ലുൽ ഖുർആൻ സൊസൈറ്റിയുടെ വാദം? എന്താണ്? ഖുർആനിലെല്ലാം ഉണ്ട്, പിന്നെ എന്തിനാ ഒരു ഹദീസ് എന്നാണ്. ഖുർആൻ ഉണ്ടാകുമ്പോ പിന്നെ ഒരു ഹദീസ് ആവശ്യമില്ല, എല്ലാം ഖുർആനിലുണ്ട് എന്നാണ്. അപ്പൊ ഒരു ഹദീസ് പാടെ നിഷേധിക്കുകയാണ്. വേറൊരു കൂട്ടരുണ്ട് എന്ത്, മുഴുവനാണ് നിഷേധിക്കുന്നില്ല, കുറച്ച് വിശ്വസിക്കും, കുറച്ച് തള്ളും. അങ്ങനെ വിശ്വസിക്കാനും തള്ളാനും ഒക്കെ ഉള്ള മാനദണ്ഡം എന്താ? ഒരിങ്ങനെ വായിക്കും, ഒരു ഹദീസ് വായിച്ചു, ഓക്കെ തരക്കെടില്ല, അവനാന്റെ ബുദ്ധിക്ക് കൊണ്ടോ എന്നാ ശരിയാ, അല്ലെങ്കിലോ ബുഖാരിയിലുള്ളതായാലും വേണ്ടില്ല, മുസ്ലിമിലുള്ളതായാലും വേണ്ടില്ല, ഒറ്റ തട്ടാണ്, ഞാനത് വിശ്വസിക്കൂല, എനിക്കത് അംഗീകരിക്കാൻ കഴിയൂല, എനിക്കത് വിശ്വസിക്കാൻ കഴിയൂല. സഹീഹുൽ ബുഖാരിയിൽ 60ഓളം ഹദീസ് അങ്ങനെ തട്ടേണ്ടതുണ്ട് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ മുസ്ലിമിലുള്ളതൊന്നും ആ നിലക്ക് സ്വീകരിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിന്റെ തീരുമാനം എന്തായിരിക്കണം സഹോദരന്മാരെ? നാം ആലോചിച്ചു നോക്കൂ. നമ്മൾ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഉടനെ പറയുന്നത് എന്താണ്? വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അംഗീകരിക്കുന്നതിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. പണ്ഡിതന്മാർ പറയുന്നു ആ ഷഹാദത്തിന്റെ താല്പര്യത്തിൽപ്പെട്ടതാണ്. നമ്മൾ ശരിക്കും പഠിച്ചു വെക്കണം, ഗൗരവമുള്ള വിഷയമാണ്. വമുഖ്തലാ ഷഹാദത്തി അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന ഷഹാദത്തിന്റെ താല്പര്യത്തിൽപ്പെട്ടതാണ് എന്ത്? തസ്ദീഖു മാ ജാഅ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ കാന ഖബറാ, അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള സർവ്വ ഹദീസുകളും സത്യമാണെന്ന് നാം വിശ്വസിച്ചു കൊള്ളണം. അവിടുത്തെ ഹദീസ് സഹീഹായി വന്ന സർവ്വ ഹദീസുകളും അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. ഏതുപോലെ അവിടുന്ന് വല്ലതും കൽപ്പിച്ചിട്ടുണ്ടെങ്കിലോ അത് സ്വീകരിക്കൽ നിർബന്ധമാണ്, വിരോധിച്ചിട്ടുണ്ടെങ്കിലോ അത് ഒഴിവാക്കൽ നിർബന്ധമാണ്, അനുവദിച്ചു തന്നിട്ടുണ്ടെങ്കിലോ അത് അനുവദനീയമാണെന്നും മനസ്സിലാക്കൽ നിർബന്ധമാണ്. അതല്ലാതെ ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാനൊന്ന് ചിന്തിക്കട്ടെ, എന്റെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ ഇല്ലേ എന്ന് അവനവന്റെ ബുദ്ധിയിലിട്ടൊന്ന് മൂശയിലിട്ടിട്ടൊന്ന് പ്രത്യേകമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കട്ടെ എന്ന് പറയാൻ ഇസ്ലാമിൽ വകുപ്പില്ല. നബിയിൽ നിന്ന് വന്നു എന്ന് പിന്നെ കൃത്യമായി അംഗീകരിച്ചു കൊള്ളണം, അനുസരിച്ചു കൊള്ളണം എന്നാണ് ഇസ്ലാം പറയുന്നത്. ചില ആളുകൾ തള്ളിക്കളഞ്ഞ ചില ഹദീസുകൾ കേട്ടോളൂ. 1-2 ഉദാഹരണം. ഒരു ഹദീസിലുണ്ട്, ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള ഒരു ഹദീസാണ്. മനിസ്തബഹ കുല്ല യൗമിൻ ബിസബഇ തമറാത്തിൻ നജവ ലം യദുർറഹു സുമ്മുൻ വലാ സിഹ്റുൻ ദാലിക്കൽ യൗമി ഇലൽ ലൈൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഒരു 7 അജ്വ കാരക്ക തിന്നു കഴിഞ്ഞാൽ, അജ്വ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ കാരക്കയുണ്ട്. ആ കാരക്ക ഒരു ദിവസം ഒരാൾ എല്ലാ ദിവസവും പ്രഭാതത്തിൽ 7 തിന്നു കഴിഞ്ഞാൽ ലം യദുർറഹു സുമ്മുൻ, അവനെ വിഷം ബാധിക്കുന്നതല്ല, വിഷമത്തിന്റെ ഉപദ്രവം ഉണ്ടാകുന്നതല്ല, വലാ സിഹ്റുൻ, മാരണത്തിന്റെ ഉപദ്രവവും ആ ദിവസം അടുത്ത രാത്രി വരെ ആ ദിവസം മുഴുവൻ അവന് കാവൽ കിട്ടുന്നതാണ് എന്ന് ബുഖാരിയിൽ ഹദീസുണ്ട്, മുസ്ലിമിൽ ഹദീസുണ്ട്, അബൂദാവൂദിൽ ഹദീസുണ്ട്. ഇതിനെപ്പറ്റി ഒരാൾ കിതാബിൽ എഴുതാണ്, ഫഹാദൽ ഹദീസു ലാ യുംകിനു അൻ യകൂന സഹീഹാ, ഈ ഹദീസ് ശരിയാണ്, ഒരിക്കലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം അന്നഹു മുഖാലിഫുൽ ലിൽ ഇൽമി വൽ വാഖി, ആധുനിക ശാസ്ത്രത്തിനും വർത്തമാനകാല സംഭവവികാസങ്ങൾക്കൊക്കെ എതിരാണത്, അതുകൊണ്ട് ഞാൻ തള്ളുന്ന, സ്വീകരിക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാ പിന്നെ ഇവനെന്താ ശാസ്ത്രത്തിന്റെ പിൻബലം വേണോ, വൈദ്യശാസ്ത്രത്തിന്റെ മേലൊപ്പ് വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതാണ് വഹീ എന്ന് പറയുന്നത്, അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അള്ളാഹുവിന്റെ തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബുദ്ധിയിലിട്ടിട്ടൊന്നും എനിക്ക് ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ പടിക്ക് പുറത്താണ് അവന്റെ സ്ഥാനം. അംഗീകരിക്കലാണ് ഇസ്ലാം. എന്ന് നിങ്ങൾ നോക്കൂ, വേറൊരു ഹദീസ് സാധാരണ കളിയാക്കാറുള്ള ഒരു ഹദീസാണ്. ഇദാ വഖഅ ദുബാബു ഫീ ഇനാഇ അഹദികും, നിങ്ങളിൽ ഒരാളുടെ പാത്രത്തിൽ, നിങ്ങളിൽ ഒരാൾ കുടിക്കുന്ന പാനീയത്തിൽ ഈച്ച വീണ് കഴിഞ്ഞാൽ ഫൽയഗ്മിസുഹു കുല്ലഹു, ഈച്ചന് വീണ് കഴിഞ്ഞാൽ ഫുള്ളാ ഈച്ചനെ മുക്കിയിട്ട് വേണം പുറത്തേക്കാനിടാനെന്ന്. അയ്യയ്യേ, അല്ലേ അല്ലെ, അങ്ങനെയല്ലേ തോന്നുന്നത്? എന്നിട്ട് അതിനെ എടുത്ത് പുറത്തേക്കിടണമെന്നാണ്. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടോളൂ, ഫഇന്ന ഫീ അഹദി ജനാഹൈഹി ശിഫാഅ വഫിൽ ആഖിരി ദാഅ, അറിയണേ ജനങ്ങളെ, ഈച്ചയുടെ 2 ചിറകിൽ, ഒരു ചിറകിൽ രോഗമുണ്ട്, മറ്റൊരു ചിറകിൽ അതേ രോഗത്തിനുള്ള അതിന് മറുമരുന്നുമായിട്ടാണ് അത് നടക്കുന്നത്. അപ്പൊ ഈച്ചയാണ് കുത്തി വീഴുമ്പോ, വെള്ളത്തിൽ വീഴുമ്പോ ഒരു ചിറകാ കുത്തി വീഴ, അത് രോഗമുള്ളത് ഏതോ കുത്തി വീണ അറിയോ? അറിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയണേ ഫുള്ളാണ് മുക്കിക്കോന്ന്, എന്നിട്ട് വേണം പുറത്തേക്കിടാൻ. എന്താ, രോഗമുള്ള ചിറകാണ് ഇതിൽ കുത്തിയിട്ടുള്ളതെങ്കിൽ എന്താണ്, അതിനുള്ള മറുമരുന്ന് അതിന്റെ കൂടെ തന്നെ ഉണ്ട്, അത് മുക്കുന്നതോടുകൂടി അതിന്റെ ആപത്തില്ലാതാകും. അപ്പൊ ചില ആളുകൾ പറയേ ഇതെന്ത് ബുഖാരിയിൽ ഉണ്ടായിട്ടുണ്ടോ, ഞങ്ങൾ വിശ്വസിക്കൂല. അത് ചില ആൾക്കാർ പറയും ഇതൊന്നും നിങ്ങൾ പറയരുതിട്ടോ, ഒരുത്തം പറയണേ നമ്മളോട്, ഇതൊന്നും നിങ്ങൾ പറയരുതിട്ടോ ജനങ്ങളോട്,
ഹദീസൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ, അതൊന്നും പറയരുതേ. കാരണം ജനങ്ങൾ തെറ്റിദ്ധരിക്കൂ ഇസ്ലാമിനെ. വല്ലാത്തൊരു ബുദ്ധി തന്നെ ഇതിട്ടോ. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ട് പറയണേ, അള്ളാഹ് സൃഷ്ടിച്ചതായി ഈച്ച, അതിന്റെ ചിറകിൽ ഒന്നിൽ രോഗമുണ്ടെങ്കിൽ അതിനുള്ള ഔഷധം മറു ചിറകിലുണ്ട്. അതിനെ പടച്ച റബ്ബായി പറയുന്നത്. അതെന്താ ഉൾക്കൊള്ളാൻ ഇത്ര പ്രയാസം? അതെന്താ ഉൾക്കൊള്ളാൻ ഇത്ര ബുദ്ധിമുട്ട്? അപ്പോ ശാസ്ത്രത്തിന്റെ മേലൊപ്പ് വേണമെന്നാണ്, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന്റെ മേലൊപ്പ് വേണമെന്നാ. എന്നാ അതുകൊണ്ട് വൈദ്യശാസ്ത്രത്തിന്റെ മേലൊപ്പുണ്ട്. വലിയ വലിയ ഡോക്ടർമാരൊക്കെ ഇപ്പൊ സ്ഥാപിച്ചു കഴിഞ്ഞു, ഈച്ചയുടെ ശരീരത്തിൽ അത് അതിന്റെ ആ രൂപത്തിലുള്ള രോഗത്തിന്റെ മരുന്നുമായിട്ടാണ് ഈച്ച നടക്കുന്നത്. ഒരു ചിറകിൽ രോഗവും മറുചെരുന്നിലുള്ള മരുന്നും ഉണ്ട് എന്ന് ഡോക്ടർമാരും പറഞ്ഞു. ഇനി ഒരു ഡോക്ടറും പറഞ്ഞില്ലാന്ന് വിചാരിക്കുക, എന്നാ മുസ്ലിം എന്താ വേണ്ടത്? സമയന ഞങ്ങൾ കേട്ടു നബിയെ, ഞങ്ങൾ അനുസരിച്ചു, ഞങ്ങൾ അംഗീകരിച്ചു. അതാ മുസ്ലിം. അതാ മുസ്ലിം. ശാസ്ത്രത്തിന്റെ മേലൊപ്പും ഡോക്ടർമാരെ മേലൊപ്പും വേറൊരുത്തന്റെ ഒരു പ്രത്യേകമായ ലൈസൻസ് ഒന്നും അതിനാവശ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ, ഞങ്ങൾ വിശ്വസിച്ചു. ഇങ്ങനെ നൂറുകണക്കിന് സംഭവങ്ങളുണ്ട്. ഹദീസാണ് വായിച്ചിട്ട് ഓരോരുത്തർ ഇപ്പൊ എന്താണെന്നറിയോ, വല്ല നോവലൊക്കെ വായിക്കണ ലാഘവത്തോടെ സഹീൽ ബുഖാരിയൊക്കെയാണ് വായിച്ചിട്ട് പറഞ്ഞിട്ട് തള്ളുകയാണ്. ബുഖാരിയോ തട്ടണം എന്നാ പറയണത്, മുസ്ലിമോ തള്ളണം. എന്ത് ഹദീസ്, ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസോ, ഞങ്ങളതിന് കിട്ടൂല എന്നും പറഞ്ഞിട്ട് ഇസ്ലാമികമായ നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളെ അങ്ങാടിയിലിട്ടിട്ട് ചവിട്ടിത്തേച്ച് പരിഹസിക്കുന്നവരവസ്ഥ ഇന്ന് സമൂഹത്തിൽ വരുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെയോ ഒരു വിഭാഗത്തെയോ പറയുന്നില്ല, എല്ലാവരിലും ആ സ്വഭാവം കാണുന്നുണ്ട്. പാടില്ല, അത് ആരിലും അതുണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ വിഭാഗത്തെയോ പേരെടുത്ത് പറഞ്ഞാൽ അവർക്ക് മാത്രം ബാധകാന്ന് തോന്നും. ഈ സ്വഭാവം ആരിലൊക്കെയുണ്ടോ സർവ്വം തെറ്റാണ്, പാടില്ലാത്ത സംഗതിയാണ്, പാടില്ല. നമ്മളൊരു ആയത്തോ ഹദീസോ കേട്ടാൽ അവനാന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെങ്കിൽ അയ്യേ അതൊന്ന് ആലോചിക്കണം. ഈമാനിന്റെ കുറവാണ്, ഈമാനിന്റെ കുറവാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. തീരുമാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കൃത്യമായിട്ട് അംഗീകരിച്ചു കൊള്ളണം, വിശ്വസിച്ചു കൊള്ളണം. കാരണം യാതൊരു തെറ്റും പറ്റാത്ത ജഗന്നിയന്താവായ റബ്ബു സുബ്ഹാനഹുവിന്റെ ശരീഅത്ത് നിയമങ്ങളാണ് ഇസ്ലാം. മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് ഉയർന്നിട്ടുണ്ടായ നിയമങ്ങളല്ല. അതുകൊണ്ട് ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാൻ ഇന്ന് ചില മതസംഘടനകൾ ശ്രമിക്കുന്നുണ്ട്. അവര് ബുദ്ധിയെ ഉയർത്തി കാണിക്കുന്നുണ്ട്. ബുദ്ധിയെ മരയിപ്പിച്ചു നിർത്താൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. അഫലാ തഅഖിലൂൻ എന്ന് ചിന്തിക്കാൻ പറഞ്ഞ മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട്, ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് സഹീഹായ ഹദീസുകളെ തള്ളുകയാണവർ. നൂറുകണക്കിന് സഹീഹായ ഹദീസുകളെ ജനമധ്യത്തിലിട്ട് പരിഹസിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, കക്ഷിഭേദമില്ലാതെ ചിന്തിക്കുക നമ്മൾ. എന്ത്, ഞങ്ങളുടെ നേതാവ് ഒരു കാര്യം പറഞ്ഞു എന്ന് ഉറപ്പായാൽ പിന്നെ ഞങ്ങളത് അംഗീകരിക്കും, ഞങ്ങളത് സ്വീകരിക്കും, ഞങ്ങളത് തള്ളില്ല. അറിഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ഹദീസിനെ തള്ളുകയില്ല എന്ന തീരുമാനം നമ്മുടെ മനസ്സിൽ വേണം. നമ്പിയാക്കളിലൂടെ വന്ന മുഅ്ജിസത്തുകളെ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലുണ്ടായ മാനുഷികമായ സംഭവങ്ങളെ, അങ്ങനെ നൂറുകണക്കിന് യാഥാർത്ഥ്യങ്ങളെ നാം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ നമ്മുടെ ഈമാനിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ബുദ്ധി ഉപയോഗപ്പെടുത്താൻ പറഞ്ഞത് നമുക്ക് അനുവദിക്കപ്പെട്ട മേഖലകളിലാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു ലോകമാണ് അദൃശ്യ ലോകം. ആ ലോകത്തെക്കുറിച്ച് ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. അതൊട്ട് മുസ്ലിമീങ്ങളുടെ സമ്പ്രദായവുമല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമികമായ നിയമങ്ങളെ അനുഷ്ഠിക്കുന്നത് ബുദ്ധിപൂർവകമായി തീരുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ, ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള ചിന്താഗതി ആരുടെയെങ്കിലും പ്രസംഗങ്ങളിലോ ആരുടെയെങ്കിലും ലേഖനങ്ങളിലോ ഏതെങ്കിലും മാസികകളിലോ ഏതെങ്കിലും വാരികകളിലോ നിങ്ങൾ ിട്ടുണ്ടെങ്കിൽ കുടുങ്ങിപ്പോകരുത്. മാരകമായ ആ രോഗത്തെക്കുറിച്ച് ശക്തമായ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ് ഉപയോഗപ്പെടുത്തിയത്. കാരണം ദിനം ചെല്ലുന്തോറും ബുഖാരിയിലും മുസ്ലിമിലുമൊക്കെയുള്ള സ്ഥിരപ്പെട്ട ഹദീസുകളെ കാലിട്ട് ചവിട്ടി മതിച്ചു പരിഹസിച്ചുകൊണ്ട് ചിലരൊക്കെ വലിയവന്മാരാവാൻ ശ്രമിക്കുകയാണ്. അള്ളാഹുവിങ്കൽ നിന്ന് അനുഭവിക്കേണ്ടി വരും സഹോദരന്മാരെ. അള്ളാഹുവിന്റെ വചനങ്ങളെ കളിയാക്കുന്ന പരിഹസിക്കുന്ന ഒരവസ്ഥ വന്നെത്തുന്നത് അതാരിൽ നിന്നായാലും അത് അനുഭവിക്കേണ്ടി വരും. പടച്ചതമ്പുരാന്റെ ദീനു തൊട്ടിട്ടാണ് ഈ കളി. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, പ്രമാണങ്ങളിൽ വന്നത് നാം ഉൾക്കൊള്ളുക, ജീവിതത്തിൽ പകർത്തുക, അതിന്റെ വക്താക്കളാവുക. ഒന്നിന്റെയും നിഷേധിയാവരുത്. ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തിന്റെ നിഷേധിയായി കഴിഞ്ഞാൽ അതിന്റെ വിധിയും വകുപ്പുകളും ഒക്കെ മാറിപ്പോകുന്നതാണ്. അതുകൊണ്ട് നാം ചിന്തിക്കുക, ആലോചിക്കുക, ഉൾക്കൊള്ളുക, സന്മാർഗത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിന്റെ പാതയിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ക്രിയേറ്റീവ് മീഡിയയുടെ പുതിയ സംരംഭം ഉറുമ്പുകൾ ഒരു ദൈവിക ദൃഷ്ടാന്തം. നമുക്ക് ചുറ്റുമുള്ള നാം നിത്യം കാണുന്ന ഒരു ചെറുജീവിയുടെ ജീവിതത്തിന്റെ സങ്കീർണതകളിലേക്കും ആസൂത്രണങ്ങളിലേക്കുമുള്ള ഒരു എത്തിനോട്ടം. ഉറുമ്പുകൾ 100ഉം 1000ഉം ചിലപ്പോൾ ലക്ഷക്കണക്കിന് തന്നെയും ഉള്ള കുടിപ്പാർപ്പുകൾ അഥവാ കോളനികൾ ആയാണ് ജീവിക്കുന്നത്. കൂട്ടത്തിലുള്ള ഓരോരുത്തരും തങ്ങളുടെ കടമകൾ നേരാംവണ്ണം നിർവഹിക്കുന്നതിൽ ബദ്ധശ്രദ്ധരാണ്. നോക്കൂ, ഒരു തുള്ളി വെള്ളം പോലും അവർ പങ്കുവെക്കുന്നത് കാണുന്നില്ലേ? ഭക്ഷണ സാമഗ്രികൾ ഒരുമിച്ച് സമ്പാദിച്ച് കൂട്ടിൽ ശേഖരിച്ച് പിന്നീട് പങ്കിട്ടെടുക്കുന്നു. ഇതാണ് അതിശയമുളവാക്കുന്ന വിദ്യ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന തൊഴിലാളി ഉറുമ്പാകാൻ പോകുന്ന ഒരു പുഴുവിനെ, അതായത് ലാർവയെയാണ് എടുത്തിരിക്കുന്നത്. ഈ കാണുന്നവയാണ് ഇലമുറിയൻ ഉറുമ്പുകൾ. ഇവ കൃഷിക്കാരാണ്. വിഷമകരമായ ഈ കാർഷിക വൃത്തി അവർ ചെയ്യുന്നത് അതുല്യമായ തൊഴിൽ വിഭജനവും കുറ്റമറ്റ ആസൂത്രണവും കൊണ്ടാണ്. ഇവയുടെ ഉൽപാദന ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി തൊഴിലാളി ഉറുമ്പുകളാണ്. ഈ കൊച്ചുറുമ്പുകൾ മനുഷ്യന് സങ്കല്പിക്കാവുന്നതിനേക്കാൾ ശക്തരാണ്. ഈ ഉറുമ്പുകൾ ചെയ്യുന്ന ജോലി മനുഷ്യനുമായി തുലനം ചെയ്താൽ 250 കിലോഗ്രാം ഭാരവും വഹിച്ച് 2.5 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ ഓടിയെത്താൻ മനുഷ്യന് കഴിയുമെങ്കിൽ അതിന് തുല്യമാണ്. ഇപ്പോൾ കാണുന്ന ഈ ഉറുമ്പ് പാതയിൽ നിന്ന് തടസ്സം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ പാതയുടെ മറ്റൊരു പരിപാലകൻ. ഉറുമ്പുകൾ കാണിക്കുന്ന സംഘടനാ പാടവം മനുഷ്യന്റെ എല്ലാ സങ്കല്പത്തിനും അപ്പുറത്താണ്. ചിലപ്പോൾ ഉറുമ്പുകൾ തമ്മിൽ പുണർന്ന് ഒരു പാലമുണ്ടാക്കും. ഗതാഗതത്തിന് ഭംഗം വരാതിരിക്കാനാണിത്. മറ്റുള്ള ഉറുമ്പുകൾ സ്വയം പാലമായി മാറിയ ഇവയുടെ ശരീരത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അങ്ങേയറ്റത്തെ ത്യാഗസന്നദ്ധതയുടെ മകുടോദാഹരണമാണ് ഇത് എന്ന് പറയേണ്ടതില്ലല്ലോ. പൂക്കളെപ്പോലും ഇവ ഒഴിവാക്കുന്നില്ല. സൃഷ്ടാവ് ഉറുമ്പിനെ ഭൂമിയിൽ അയച്ചത് രൂപസൃഷ്ടിയുടെ കാര്യത്തിൽ അതിശയമുളവാക്കുന്ന വാൾ പോലെയുള്ള ഒരു അവയവത്തോടുകൂടെയാണ്. മുറിക്കാനുള്ള ഈ അവയവത്തിന്റെ 2 വായ്ത്തലകളും മൂർച്ച നിലനിർത്താനായി സിങ്ക് അഥവാ നാഗം എന്ന ലോഹത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും ഇത്രയും സങ്കീർണമായ ഒരു ഘടന യാദൃശ്ചികമായി രൂപപ്പെട്ടതാണെന്ന് കരുതാൻ കഴിയില്ല. ഇത്രയും കുറ്റമറ്റ ഒരു ഘടന നിലനിൽക്കുന്നു എന്നതിന് ഒരേ ഒരു വിശദീകരണമേ പറയാനുള്ളൂ. ഈ വ്യവസ്ഥ ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടത് തന്നെയാണ്. ആന്റിബയോട്ടിക്കുകൾ നാം ഉണ്ടാക്കുന്ന ആന്റിബയോട്ടിക്കുകളെക്കാൾ ശക്തവുമാണ്. മാത്രമല്ല, അനേകായിരം വർഷങ്ങളായി അവ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അള്ളാഹു സൃഷ്ടിച്ചു നൽകിയ ഈ വ്യവസ്ഥിതി മൂലം ഉറുമ്പുകളുടെ മേലോ കൂട്ടിലോ ഒരൊറ്റ ബാക്ടീരിയയെ പോലും കാണാൻ സാധ്യമല്ല. അണുനശീകരണ പ്രക്രിയയ്ക്ക് ശേഷം ഉറുമ്പുകൾ ഇലക്കഷ്ണങ്ങളെ മുറിച്ച് വീണ്ടും കൊച്ചു കഷ്ണങ്ങളാക്കുന്നു. ആരാണ് ഉറുമ്പുകൾക്കിടയിൽ തൊഴിൽ വിഭജനം നടത്തിയത്? ഓരോ ഉറുമ്പും ജനിക്കുമ്പോൾ തന്നെ അതിന് നിർവഹിക്കാനുള്ള ചുമതല എന്താണ് എന്ന് അറിയുന്നത് എങ്ങനെയാണ്? ഉറുമ്പ് കൂട്ടത്തിനൊന്നാകെ വേണ്ടി ജീവൻ ത്യജിക്കാൻ ഭടന്മാരായ ഉറുമ്പുകൾ തയ്യാറാവുന്നത് എന്തുകൊണ്ട്? തീർച്ചയായും നമുക്കിതിൽ വലിയ പാഠങ്ങളുണ്ട്, അനേകം സന്ദേശങ്ങളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. നിങ്ങൾ കാണുക, വിലയിരുത്തുക. ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് നമ്മുടെ പ്രയത്നങ്ങൾക്ക് പടച്ച തമ്പുരാൻ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ.